So once again, welcome back to the session, everyone. So നമ്മുടെ AAA revision that we were discussing about the 50 marks area in the past 2 days. And 50 marks in the ഏരിയക്കകത്ത് നമ്മൾ എന്താണ് റിസ്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് റിസ്കിന്റെ അകത്ത് കൺസെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പഠിച്ചു. അതേപോലെ തന്നെ when it comes to the other areas നമ്മൾ അതിന് ശേഷം പഠിച്ചിരുന്നത് ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് റിസ്ക് ആണ് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അകത്ത് നിന്ന് അനലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ദെൻ അഗെയിൻ ഗോയിങ് ഫോർവേഡ് ബിസിനസ് റിസ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് എത്തിക്സ് പാർട്ട് അഫക്റ്റഡ് ആവുന്നത് എന്നുള്ള കാര്യം നോക്കിയിരുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻലി നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വിത്ത് റിഗാർഡിംഗ് ദ 50 മാർക്സ് ഏരിയ. സോ ഇനി നമുക്ക് 50 മാർക്സിന്റെ ഏരിയയിൽ കുറച്ച് ചെറിയ ചെറിയ ഏരിയസ് പെൻഡിങ് ഉണ്ട്. ആൻഡ് വെൽ വി ഹാവ് ടു കവർ ദ 25 മാർക്സ് ഏരിയസ് ആസ് വെൽ. സോ നമുക്ക് 50 മാർക്സിന്റെ ഏരിയക്ക് അതിന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കവർ ചെയ്യാനായിട്ടുള്ളത്? വൺ ഈസ് മെയിൻലി റിഗാർഡിംഗ് ദ അതർ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അഡീഷണൽ ഇൻഫർമേഷൻ പോലെ തന്നെ നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏരിയസ് വിത്ത് റിഗാർഡിംഗ് ദ അഡീഷണൽ ഇൻഫർമേഷൻ. അഡീഷണൽ ഇൻഫർമേഷനെ കുറിച്ചാണ് നമ്മൾ ക്വിക്ലി റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോ അഡീഷണൽ ഇൻഫർമേഷൻ, വെൽ വി നോ ദാറ്റ് നോർമലി വെൻ ഇറ്റ് കംസ് ടു എൻ ഏരിയ ഓഫ് AAA നമുക്ക് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനായിട്ടില്ല. ഓഡിറ്റ് റിസ്ക് മാത്രമേ ഉള്ളൂ നമ്മളോട് പഠിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ടാവും എന്തായിരിക്കും, ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യമേ ഒരു പർട്ടിക്കുലർ സിനാരിയോക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള റിസ്ക് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നുള്ള കാര്യം അനലൈസ് ചെയ്തു. റിസ്ക് എന്ന് പറയുന്നത് എന്താ, പ്യൂർലി ഒരു അസംപ്ഷൻ ആണ് ദാറ്റ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള അസംപ്ഷൻ മാത്രമാണ് റിസ്ക് എന്ന് പറയുന്നത്. ബട്ട് അത് ശരിക്കും മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷണൽ ഇൻഫർമേഷൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും, വാട്ട് ആർ ദ അഡീഷണൽ ഇൻഫർമേഷൻ ദാറ്റ് നീഡ് ടു ബി ഒബ്റ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക് ഐഡന്റിഫൈഡ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഓഡിറ്റ് റിസ്ക് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണോ, ആ ഐഡന്റിഫൈ ചെയ്ത ഓഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഒബ്റ്റൈൻ ചെയ്യേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും അഡീഷണൽ ഇൻഫർമേഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് റിസ്ക് ആണോ നിങ്ങൾ കണ്ടുപിടിച്ച് ആ റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾ ചോദിക്കാവുള്ളൂ. സോ ലിറ്ററലി ഓരോ പർട്ടിക്കുലർ റിസ്കിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടതെന്ന്. മാർക്കിനനുസരിച്ച് എഴുതാവുള്ളൂ. ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഫ്രം 5 മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഓരോ അഡീഷണൽ ഇൻഫർമേഷനും 1 മാർക്ക് ഈച്ച് ആയിരിക്കും കിട്ടുക. സോ യു ഓൺലി വോണ്ട് ടു ഇൻക്ലൂഡ് 5 പോയിന്റ്സ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. സോ അഡീഷണൽ ഇൻഫർമേഷന്റെ കാര്യം അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ഓരോന്ന് എഴുതുന്ന സമയത്ത് അവിടെ മെയിൻലി എംഫസൈസ് ചെയ്യേണ്ടത് എന്ത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം പറയാം. പ്ലസ് എന്തെങ്കിലും പ്രൊസീജിയർ, ഞാൻ ബ്രാക്കറ്റ് ഇടുന്നതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും പ്രൊസീജിയർ സ്പെസിഫൈ ചെയ്യാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യുക. പ്ലസ് നിങ്ങളുടെ പേർപ്പസ് എന്തായിരിക്കും ഈ അഡീഷണൽ ഇൻഫർമേഷന്റെ, ആ അഡീഷണൽ ഇൻഫർമേഷന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ച്വലി നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് റിഗാർഡിംഗ് ദ അഡീഷണൽ ഇൻഫർമേഷൻ. ആ നോട്ട്സിന്റെ അകത്തുള്ള സെയിം രീതി തന്നെ നോക്കി വെച്ചാൽ മതി. അതായത് നിങ്ങൾ ഓരോ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒബ്റ്റൈൻ ചെയ്യുമ്പോൾ എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നുള്ളത് നോക്കുക, എന്നിട്ട് മാത്രം അഡീഷണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു ന്യൂ ക്ലയന്റ് ആണെന്നുള്ള കേസിൽ പറയാറുള്ള കാര്യമാണ്, ന്യൂ ക്ലയന്റ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാറുണ്ട് എന്ന് നമ്മൾ പറയും. സോ ന്യൂ ക്ലയന്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രീവിയസ് ഇയറിലെ ഓഡിറ്ററിന്റെ കയ്യിൽ നിന്നും വർക്കിംഗ് പേപ്പേഴ്സിന്റെ കോപ്പി വാങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യാം. സോ പ്രീവിയസ് ഇയറിലെ ഓഡിറ്ററിന്റെ കയ്യിൽ നിന്ന് വർക്കിംഗ് പേപ്പേഴ്സിന്റെ കോപ്പി വാങ്ങിച്ച് ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ ഈ കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ ഫ്രം ദ പ്രീവിയസ് ഇയർ ഓഡിറ്റർ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയാം. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടു പെർഫോം ഓപ്പണിംഗ് ബാലൻസിന് മേലുള്ള ടെസ്റ്റിംഗ്. ഇനി ഒരു കമ്പനിക്ക് IFRS 15 റവന്യൂ റെക്കഗ്നേഷൻ്റെ അത് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കും, കമ്പനിയുടെ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ആയിരിക്കും നിങ്ങൾ ചോദിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സെയിൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഇനി കമ്പനി ക്വസ്റ്റ്യൻ പറയുന്നത് ന്യൂ ഫിനാൻസ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ എപ്പോഴും പറയാനുള്ളതാണ്, ഫിനാൻസ് ഡയറക്ടർക്ക് ആഡ്ക്വേറ്റ് എമൗണ്ട് ഓഫ് നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹൈ ആയിരിക്കും.
അപ്പൊ അതറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ പർട്ടിക്കുലർ ഫിനാൻസ് ഡയറക്ടറിന്റെ ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ നമുക്ക് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതൊക്കെ കോമ്പിറ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മിസ്ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് പറയാറുണ്ടായിരുന്നു. റിസർച്ചിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഡെവലപ്മെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ വെനെവർ ദർ ഈസ് എ മിസ്ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ്, അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ആ ടോട്ടൽ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്ടൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് പകരം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എന്ത് പറഞ്ഞാൽ മതി? ബ്രേക്ക് ഡൗൺ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ മതി. മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സെയിം ആസ് ദാറ്റ്, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് കമ്പനി ഇംപേയ്മെന്റ് റിവ്യൂ നടത്തി ഇംപേയ്മെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പനി ഡിപ്രിസിയേഷൻ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, കമ്പനി അമോർട്ടൈസേഷൻ കാണിച്ചിട്ടുണ്ടാവില്ല, കമ്പനി അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ നിങ്ങൾ പറയാറുണ്ട്. അപ്പൊ എന്ത് എക്സ്പെൻസ് ആണോ കാണിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ആ ഒരു പർട്ടിക്കുലർ മേജർ കാറ്റഗറി ഓഫ് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക. ബ്രേക്ക് ഡൗൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൺഫേം ചെയ്യാം? ഇംപേയ്മെന്റ് ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയാ? A disaggregation of major category of expenses included in the finance cost, which would confirm the loan interest relating to the new bank loan has been included. Disaggregation of major category of expenses included in the cost of sales, which would confirm ഇപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും കൺഫേം ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ disaggregation of major category of expenses included in the company's operating expense, which would confirm the amortization അല്ലെങ്കിൽ depreciation expenses has been included. So ഈ സെയിം ബേസിസ് നിങ്ങൾക്ക് പറഞ്ഞു പോവാം. അപ്പൊ ലിറ്ററലി നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യം പ്രോപ്പർലി ആലോചിച്ച് നോക്കുക. സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾ റിസ്ക് ആദ്യം എഴുതുക. ആ റിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? Is that clear everyone? Okay. So you can use the same note. ഇവിടെ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. So you guys may please go through the same note so that we will get a good picture on how the additional information have to be asked on multiple areas. ഒരേ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അതായത് ഏത് റിസ്കിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, ആ റിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാണ്ട് റാൻഡംലി ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് അല്ല എഴുതേണ്ടത്. ക്ലിയർ ആയ എല്ലാവർക്കും? ഹലോ, ഇസ് ക്ലിയർ എവരിവൺ? സർ, അതിന്റെ സ്ട്രക്ചറിൽ പ്രൊസീജിയർ ഓപ്ഷണൽ ആണെന്നാണ് പറഞ്ഞത്. പ്രൊസീജിയർ ഓപ്ഷണൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇൻ ഓർഡർ ടു അസസ് എന്നൊക്കെയുള്ള നമ്മുടെ ടേം യൂസ് ചെയ്യൂലേ, അതായത് റവന്യൂ റെക്കഗ്നിഷൻ പോളിസി ഓഫ് ദി കമ്പനി ടു അസസ് വെദർ ദ റവന്യൂ ഹാസ് ബീൻ അപ്രോപ്രിയറ്റ്ലി ബീൻ റെക്കഗ്നൈസ്ഡ് ഓവർ ദ പീരീഡ്. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അസസ് എന്നുള്ളത് നമുക്ക് എന്തായിട്ട് പറയാം? പ്രൊസീജിയർ ആയിട്ട് പറയാം. അപ്പം ഇപ്പൊ അങ്ങനെ പ്രൊസീജിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ, ഇൻ ഓർഡർ ടു ജസ്റ്റ് എൻഷുർ അങ്ങനെയാണ് പറയാം. അങ്ങനെയാണെങ്കിൽ അതാണെങ്കിലും മതി. അതുകൊണ്ടാണ് ആ രീതി പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് റിസ്ക് ആണ് കണ്ടുപിടിച്ചത് അതിന് കറസ്പോണ്ടിങ്ങിനുള്ള അഡീഷണൽ ഇൻഫർമേഷൻ മാത്രം എഴുതിയാൽ മതി. ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒന്നെങ്കിൽ റിസ്കിന്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ എഴുതി പോവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഹെഡിങ് തന്നെ കൊടുത്തിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ എഴുതിയാലും മതി. ഓക്കെ. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. So both in 50 marks question as well as in the 25 marks question, you can expect a question from the area of audit procedures. നിങ്ങളോട് ചോദിക്കും what all are the audit procedures that need to be performed by the auditor in relation to dash. ഈ ഡാഷ് എന്തും ആവാം. അതായത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇവിടെ എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഈ ഡാഷിന്റെ ഇവിടെ എന്ത് കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ക്ലിയർലി സ്പെസിഫൈ അബൌട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് ഇവിടെ 3 കാര്യങ്ങളാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയേണ്ടത്. നമ്പർ 1, എന്താണോ പ്രൊസീജിയർ പെർഫോം ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് പറയാം. നിങ്ങൾക്കുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ നിങ്ങൾക്ക് വേണ്ട ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. വാട്ട് ഈസ് ദ പേർപ്പസ് ഫോർ വിച്ച് യു ആർ പെർഫോമിംഗ് ദ പ്രൊസീജിയേഴ്സ് അത് നിങ്ങൾ പറയുന്നുണ്ടാവണം. സോ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്തൊക്കെയായിരിക്കും പ്രൊസീജിയർ ആയിട്ട് പറയാൻ പറ്റുക?
enquiry, inspection, observation, recalculation, reperformance, then analytical procedures, compare, consider, assess. ഇങ്ങനെയുള്ള terms ഒക്കെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് പറയാ procedures ആയിട്ട് പറയാ. So these are the list of procedures that you can use in almost all the scenarios. Agree, analyze, ascertain, assess, compare, consider, enquire, ensure, examine, inspect, monitor, observe, obtain, recalculate, reconcile, reperform, review, scrutinize, verify, vouch. ഇങ്ങനെയുള്ള ടേംസ് എല്ലായിരിക്കും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക പ്രൊസീജിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് സിനാരിയോനെ ബേസ് ചെയ്ത് എന്താണോ ഡോക്യുമെന്റ് വേണ്ടത് ആ ഡോക്യുമെന്റിന്റെ പേരെന്താന്നുള്ളത് നമ്മൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഡോക്യുമെന്റ് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇൻഫർമേഷൻ വേണ്ടത് ആ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യാം. ഇനി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് ആ പർപ്പസ് എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ദാറ്റ് പർപ്പസ് ക്യാൻ പ്യൂർലി ബി പിക്ക് ഫ്രം ദ സിനാരിയോ. സിനാരിയോയ്ക്ക് അത് നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാം എന്താണ് പർപ്പസ് എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ കേസിൽ 3 കാര്യങ്ങളാണ് പറയേണ്ടത്. എന്താണ് പ്രൊസീജിയർ അതെന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേരെന്താണോ അത് പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് വാട്ട് ഈസ് എ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ബീങ് യൂസ് ആ പർപ്പസ് എന്താണെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായ എല്ലാവർക്കും? Is that clear, everyone? Yes, sir. Okay. So അവിടെ ഞാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നിരുന്നു. ഓവർ വിച്ച് യു കൻ ഫോക്കസ് ഓൺ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? You can always go for considering, obtain written representation from the management. Obtain written representation from the management about dash. Okay, obtain written representation from the management about dash. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരുന്നു? You can always have a enquiry with the management. ശരിയല്ലേ? Okay, enquire or discuss with the management. Discuss with the management about dash എന്നുള്ള കാര്യം പറയാം. Then ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വാങ്ങിച്ചു, മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? കമ്പനിയുടെ പുറത്തുനിന്നുള്ള ഒരാളുടെ എങ്ങനെ ഇൻഫർമേഷൻ വാങ്ങിക്കുക? You can obtain external confirmation, right? You can obtain external confirmation. Obtain external confirmation about അല്ലെങ്കിൽ on dash. Then നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? തേർഡ് പാർട്ടി ആയിട്ട് നോക്കുന്ന കാര്യം എന്തായിരിക്കും? We can review the correspondence. Yes, correspondence. You can review the correspondence between dash and dash. Which all will be the dash? First dash will be the client, second dash will be the third party. Third Third party. parties. ഇനി അതേപോലെ തന്നെ you can always go for an option of റീകാൽക്കുലേഷൻ അല്ലെ? റീകാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റീപെർഫോം ചെയ്യാം. റീകാൽക്കുലേറ്റ്, റീപെർഫോം ഡാഷ്. Okay. Then 6-1. You can always go for an analytical procedure, right? You can always perform analytical procedure. Perform analytical procedure by comparing dash with the previous year or industry data. Then വേറെ എന്തൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ്? You can always go for a review of disclosure note. Okay, review of disclosure notes as well as board minutes, right? Then review of disclosure notes. Good. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? You can agree dash to the supporting documents, right? പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? Breakdown obtain. Okay, you can obtain breakdown of Expense. okay expenses, dash expenses. Okay, പിന്നെ വേറെ എന്തായിരിക്കും? കഴിഞ്ഞോ? വേറെ എന്താ ചെയ്യാൻ പറ്റുക? You can review loan documents. പിന്നെ anything else?
കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? പറയൂ നിങ്ങള്. ഓക്കെ, Title deeds. സോറി. Review title deeds. ടൈറ്റിൽ ഡീഡ്സ് പറയുന്നത് എന്താ, കുറച്ചും കൂടി സ്പെസിഫിക് ആവും അല്ലേ? ഓൾറൈറ്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചോ ഫോർ ദി ടൈം ബീയിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്താണ്? വി ഹാവ് ക്ലിയർലി സ്പെസിഫൈഡ് എ പ്രൊസീജിയർ. നമുക്ക് എന്ത് ഡോക്യുമെന്റ് ആണ് വേണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ബട്ട് ഇവിടെ എല്ലാം ഒരു വലിയ ഡാഷ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ദി പേർപ്പസ് ഓഫ് ഫില്ലിംഗ് പേർപ്പസ്. എന്താണോ ഈ പ്രൊസീജിയറിന്റെ പർപ്പസ് അത് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഡാഷ്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ AAA, ഇവിടെ വരുന്ന മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ AAAക്കകത്ത് വന്നു കഴിയുമ്പോഴത്തേനും AA പോലെ ബൈഹേർട്ട് ചെയ്ത് പോയിന്റ്സ് എഴുതാനായിട്ട് പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ജനറൽ ആയിട്ടായിരിക്കും പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നുണ്ടാവുക. സോ ഏത് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. യു ക്യാൻ ജസ്റ്റ് സ്പെസിഫൈ that you need to obtain working paper from the written representation from the management about dash. എന്തിനെ പറ്റിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വേണ്ടെന്നുള്ള കാര്യം പറയാം. ആ എബൌട്ട് ഡാഷ് മാത്രം പറഞ്ഞാൽ പോരാ, ഈ എബൌട്ട് ഡാഷിന്റെയും ഈ പറഞ്ഞേക്കുന്ന ഓരോ കാര്യത്തിന്റെയും കൂട്ടത്തിൽ പ്ലസ് നിങ്ങൾ എന്തും കൂടെ എഴുതണം, പേർപ്പസും കൂടി എഴുതണം. അതായത് obtain written representation from the management about the assumptions on the basis of which they have calculated the provision. അതിന് വേണ്ടിയിട്ടായിരിക്കും in order to confirm that they are reasonable and are in accordance with standards. അല്ലെങ്കിൽ discuss with the management about the assumptions on the basis of which they have de-recognized the amount of provision in order to consider whether it is reasonable and are in accordance with standards. അപ്പം എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതണം. അറ്റ് ദി സെയിം ടൈം അവിടെ എന്താണ് പർപ്പസ് എന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. obtain written representation from the lawyer in order to confirm whether there will be any probable future cash outflow in relation to the pending litigation against the company. ലോയറിന്റെ കയ്യിൽ നിന്ന് റിട്ടൺ റെപ്രസെന്റേഷൻ. Sorry? ലോയറിന്റെ കയ്യിൽ നിന്ന് റിട്ടൺ റെപ്രസെന്റേഷൻ മേടിക്കാൻ പറ്റും. ലോയറിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ റെപ്രസെന്റേഷൻ, റിട്ടേൺ റെപ്രസെന്റേഷൻ ആണ് നമ്മളെന്ന്. It's external confirmation കേട്ടോ, external confirmation. Okay. Obtain external confirmation from the lawyer in order to confirm whether there will be probable future cash outflow for the company in relation to the pending litigation. ഇനി കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മൾ നോക്കുക കറസ്പോണ്ടൻസിന്റെ അകത്ത്. ബേസിക്കലി ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? You can review the correspondence between the aligned company and the customers in order to confirm whether the customers will be willing to take forward the litigation to understand whether there will be any probable future cash outflow in relation to the same. Alle ninge endu parayam, review correspondence between the company and the customers in order to understand whether the amount outstanding from the customers will be recoverable. So based on scenario, ആ ഒരു particular company ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആരാണോ തേർഡ് പാർട്ടി അവർ തമ്മിൽ നടക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണോ അത് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? കറസ്പോണ്ടൻസ് യൂസ് ചെയ്യാന്ന് പറയാം. Then you can always go for a recalculation of reperform of any particular calculation. Recalculation or reperform ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? You will be able to confirm the mathematical accuracy. Say for example, you can recalculate or reperform the computation for depreciation in order to confirm whether they are reasonable. You can always go for recalculation or a reperformance of a bank reconciliation statement in order to confirm whether they are accurate, mathematically accurate. അപ്പം എന്ത് തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള സ്കോപ്പ് പറയാം? റീകാൽക്കുലേഷൻ അല്ലെങ്കിൽ റീപെർഫോമൻസിനുള്ള സ്കോപ്പ് പറയാം. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെൽ വി നോ ദാറ്റ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കമ്പാരിസൺ ആണ്. കറണ്ട് ഇയർ ബാലൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് ഇയർ ബാലൻസ് ഇൻഡസ്ട്രി ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെയുള്ള കമ്പാരിസൺസിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലിറ്ററലി നോക്കുക എന്ത് ഡേറ്റയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. സോ കമ്പനി പറഞ്ഞു, കമ്പനി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് റിഡൻഡൻസി ആണ്. നോർമലി ഇൻഡസ്ട്രിയിൽ ഇത്രയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ determined by the company with that of the industry data in order to understand whether they are reasonable, and in case of significant differences investigate it എന്നുള്ള കാര്യം പറയാം.
അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ഡേറ്റ ആണെങ്കിൽ ഇഫ് യു വോണ്ട് ടു കമ്പയർ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ കറന്റ് ഇയർ ആൻഡ് ദ പ്രീവിയസ് ഇയർ ഓർ ദ കറന്റ് ഇയർ ആൻഡ് ദ ഇൻഡസ്ട്രി ഡേറ്റ. ഇങ്ങനെയുള്ള കമ്പാരിസൺസിനെ കുറിച്ചായിരിക്കും വെൻ ഇറ്റ് കംസ് ടു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾ അവിടെ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്കറിയാം ഒരു കമ്പനി എന്ത് തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്താലും ഇഫ് ഇറ്റ് ഈസ് എ ഡിസിഷൻ ദാറ്റ് ഈസ് ടേക്കൺ ഇന്റേണലി ഡെഫിനറ്റ്ലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്താലും അതേക്കുറിച്ച് ക്ലിയർലി ബോർഡ് മിനിറ്റ്സിന്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ റിവ്യൂ ഓഫ് ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വാട്ട് എവർ ഡിസിഷൻസ് ദാറ്റ് ആർ ബീങ് ടേക്കൺ ബൈ ദ കമ്പനി. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടി ഉണ്ടായെന്ന് വെച്ചോ. സോ ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ വെൽ വി നോ ദാറ്റ് എന്ത് തരത്തിലുള്ള ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചും ബോർഡ് മിനിറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോറി, ബോർഡ് മീറ്റിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതേ പറ്റിയിട്ടപ്പം ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You can review the board minutes. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? In order to confirm whether there is any issues with the company's going concern ability after the year end. അപ്പോൾ പോസ്റ്റ് ഇയർ എൻഡ് ബോർഡ് മിനിറ്റ്സ് നോക്കാൻ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആഫ്റ്റർ ദി ഇയർ എൻഡ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. സെയിം as that എപ്പോഴും നിങ്ങൾക്ക് പറയാൻ വരുന്ന പോയിന്റ് ആണ് റിവ്യൂ ഓഫ് ദി ഡിസ്ക്ലോഷർ നോട്ട്സ്. ഒരു കമ്പനിയുടെ ഡിസ്ക്ലോഷർ നോട്ട്സ് എന്താണോ അത് റിവ്യൂ ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രോബ്ലി അവിടെ എന്ത് തരത്തിലുള്ള ഡിസ്ക്ലോഷർ ആണോ വിത്ത് റിഗാർഡിംഗ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എൻ എഗ്രിമെന്റ് ഓഫ് ഡാഷ് ടു ദി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അതായത് യു ക്യാൻ എഗ്രി ദ ഓണർഷിപ്പ് ഓഫ് ദി കമ്പനീസ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അവിടെ നിങ്ങൾ എന്തായിരിക്കും പറയാ? ഇൻടാഞ്ചിബിൾ അസെറ്റിന്റെ പർച്ചേസ് ഡോക്യുമെന്റേഷൻസ് യൂസ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ എഗ്രി ദ എക്സ്പെൻസസ് to what? You can agree the expenses to the invoices. അപ്പൊ എന്ത് ഇൻവോയ്സ് ആണോ ആ ഇൻവോയ്സ് പറയാം in order to confirm that the amounts are recorded completely and accurately. അപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നുള്ള ടേം നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഏതാണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യുക. അപ്പം സ്പെസിഫിക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് യു ക്യാൻ എഗ്രി ഡാഷ് ടു ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അത് പറഞ്ഞാലും മതി. ഇനി സെയിം as that you have to obtain breakdown of expenses. ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് ഒബ്ടൈൻ ചെയ്യാൻ പറയാം. ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് ഒബ്ടൈൻ ചെയ്യാൻ പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക? അത് ഈസ് ജസ്റ്റ് ബിക്കോസ് നമ്മുടെ കമ്പനിക്ക് മൾട്ടിപ്പിൾ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയണം ആ എക്സ്പെൻസസ് ശരിക്കും കമ്പനിയുടെ ഫിനാൻഷ്യൽസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? യു ക്യാൻ ഒബ്ടൈൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഡാഷ് എക്സ്പെൻസ് എന്ന് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അങ്ങനെയാണ് യു ക്യാൻ ഒബ്ടൈൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് whether the fuel expense in relation to the company's dash have been included in the financial statements. അല്ലെങ്കിൽ you can obtain breakdown of operating expenses in order to confirm whether the impairment losses with regarding the new property, plant and equipment has been recognized in the P&L for the current year period. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏത് എമൗണ്ട് ആണോ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അറിയേണ്ടത്. അതായത് ഇപ്പം ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അറിയണോ, അമോർട്ടൈസേഷൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അറിയണോ, ഏതാണ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അറിയേണ്ടത്, അത് ഏത് എക്സ്പെൻസിന്റെ അകത്താണ് ശരിക്കും വരുന്നത് നോക്കുക. അതിന്റെ ബ്രേക്ക് ഡൗൺ ചോദിക്കുക. എന്നിട്ട് ആ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറയാം. ഇനി എവിടെയെങ്കിലും ഒരു കമ്പനി ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റും? റിവ്യൂ ഓഫ് ലോൺ ഡോക്യുമെന്റ്സ് പറയാം. കാരണം ഒരു കമ്പനി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ലോൺ എടുക്കാൻ അവിടെ ഒരു ലോൺ ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ലോൺ ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? എത്ര എമൗണ്ട് ആണ് ലോൺ എടുത്തത്, എത്ര ഇൻട്രസ്റ്റ് ആണ് ലോൺ എടുത്തത്, എന്തൊക്കെ കോവനൻസ് ആണുള്ളത്, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഓഫർ ചെയ്തിട്ടുണ്ടോ, റീപേയ്മെന്റ് ടേംസ് എന്തൊക്കെയാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അപ്രോപ്രിയറ്റ്ലി അതിനനുസരിച്ച് ഫിനാൻസ് കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ് P&L റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊസീജിയേഴ്സ് ബേസിക്കലി പറയുന്നുണ്ടാവുക. അപ്പം ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു സിനാരി കിട്ടുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ റിട്ടേൺ റെപ്രസെന്റേഷൻ എനിക്ക് ഒബ്ടൈൻ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് എനിക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ച് നോക്കുക. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ആലോചിച്ച് നോക്കുക. ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാൻ പറ്റുക ആലോചിച്ച് നോക്കുക. ദെൻ ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് റിവ്യൂ ചെയ്യാൻ പറ്റുക. ഇവിടെ എന്തൊക്കെയാണ് റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ എനിക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് എന്തുണ്ട്. ദെൻ ബോർഡ് മിനിറ്റ്സ് എനിക്ക് ഇവിടെ എന്താണ് റിവ്യൂ ചെയ്യാനായിട്ടുള്ളത് ആലോചിച്ച് നോക്കുക. ഇവിടെ എന്തൊക്കെ ഡിസ്ക്ലോസേഴ്സ് ആണ് റിവ്യൂ ചെയ്യാനായിട്ടുള്ളത് ആലോചിച്ച് നോക്കുക. എഗെയിൻ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എഗ്രി ചെയ്യാനായിട്ട് എനിക്ക് പറ്റുക. ദെൻ ഇവിടെ എന്തൊക്കെ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് എനിക്ക് എടുക്കാനായിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും ലോൺ ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്യാനായിട്ടുണ്ടോ. ഈ ലോജിക്കിൽ ആലോചിച്ച് നോക്കുക. സോ യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ
ആൻഡ് ആ ക്വസ്റ്റിന് കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയാം. സോ ലിറ്ററലി ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ സിനാരിയോ നോക്കുക, ഇവിടെ എന്തൊക്കെയാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാൻ പറ്റുക, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്, എക്സ്റ്റേണൽ കൺഫർമേഷൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, കറസ്പോണ്ടൻസ് ആരൊക്കെ തമ്മിലുള്ള റിവ്യൂ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ റീപെർഫോം ചെയ്യാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പെർഫോം ചെയ്യാനായിട്ടുണ്ട്, ബോൺ മിനിറ്റ്സ് എങ്ങനെ എനിക്ക് റിവ്യൂ ചെയ്യാം, ഡിസ്ക്ലോഷർ നോട്ട്സ് എന്തൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിട്ടാണ് എഗ്രി ചെയ്യാനായിട്ടുള്ളത്, എന്തൊക്കെ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് ആണ് വാങ്ങിക്കേണ്ടത്, ദെൻ ലോൺ ഡോക്യുമെന്റ്സിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കും നമ്മൾ സ്പെസിഫിക്കലി നോക്കുന്നുണ്ടാവുക. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ നോക്കുന്നത് അത് ഓരോന്നും ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവണം. പ്ലസ് വാട്ട് എവർ ബി ദ നെയിം ഓഫ് ദി ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിന്റെ പേര് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടത് അത് പറയുക. ദ പേർപ്പസ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻ. ഇത് മൂന്ന് കാര്യങ്ങളും ഒരേപോലെ വന്നാൽ മാത്രമായിരിക്കും യു വിൽ ബി ഗെറ്റിംഗ് 1 മാർക്ക് ഫോർ ഈച്ച് ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. Yes, sir. Okay. So ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കൂടി ആയിരുന്നു നമുക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. And this is the way in which you will be getting questions on the audit risk. And this is the same way in which you have to provide answers for the area of audit procedures. Okay. So ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 50 മാർക്സിന്റെ ഏരിയയിൽ മാത്രമല്ല ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വരിക. Definitely you can also expect question from audit risk as well as the particular area with regarding the audit procedures. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഓഡിറ്റ് റിസ്കിന്റെ ഏരിയാസ് അതേപോലെ തന്നെ നമുക്ക് 25 മാർക്സിന്റെ ഏരിയയിൽ വരും. പക്ഷെ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കില്ല ചോദിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും 25ന്റെ അകത്ത് ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ വരിക. സെയിം as that ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് 25 മാർക്സിന്റെ ഏരിയയിൽ വരും. അവിടെ ഒന്നെങ്കിൽ നിങ്ങളോട് സെയിം as what they have asked in the 50 മാർക്സ് ക്വസ്റ്റ്യൻ, നേരെ അതേപോലെ തന്നെ what are the audit procedures need to be performed in relation to dash എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക PFIയുടെ പ്രൊസീജിയേഴ്സ് ആയിട്ടായിരിക്കാം, KPIയുടെ പ്രൊസീജിയേഴ്സ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഗോയിങ് കൺസേൺ അനാലിസിസിന്റെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചോദിക്കും, ഫോറൻസിക് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കാം, അങ്ങനെയുള്ള ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് പ്രൊസീജിയർ ആയിട്ട് ചോദിക്കാം. ഏത് രീതി വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. സോ യു നീഡ് എ ക്ലിയർ പിക്ചർ വിത്ത് റിഗാർഡിംഗ് ദിസ് ഏരിയ. അപ്പൊ ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കി വെക്കുക. ജനറൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. കാരണം ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലായിരിക്കാം നിങ്ങൾക്ക് പ്രോപ്പർലി ഏതൊരു സിനാരിയോയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇനി when it comes to the area of 25 marks, 25 മാർക്സിന്റെ ഏരിയയിൽ നമുക്ക് രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് വിൽ ബി പ്യൂർലി ബി ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ടിംഗ് ഏരിയ. ദ സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം മൾട്ടിപ്പിൾ ഏരിയസ്. അത് ഏത് ഏരിയ എന്ന് വേണേലും ആവാം. ഇറ്റ് ക്യാൻ ബി ഫ്രം എനിവെയർ ഓഫ് ദി സിലബസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗിന്റെ ഏരിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. So basically when it comes to the area of reporting, well we know that basically there are two types of opinion. ഏതൊക്കെ തരത്തിലുള്ള ഒപ്പീനിയൻ ആയിരുന്നുണ്ടായിരുന്നത്? മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, അതേപോലെ തന്നെ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്. മോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ ഏതൊക്കെ കാറ്റഗറി ആയിരുന്നുണ്ടായിരുന്നത്? ക്വാളിഫൈഡ്, അഡ്വേഴ്സ്, ഡിസ്ക്ലെയിമർ. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻ എന്തായിരിക്കും? Unmodified opinion. Unqualified, which means the financial statement shows a true and fair view. സോ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഒപ്പീനിയനും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ ടു തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസിഡർ വെദർ ദാറ്റ് പർട്ടിക്കുലർ amount of misstatement which appears in the financial statements are material. Second, you must also consider whether the amount of misstatement specified in the question or the scenario is pervasive. So ഓരോ മിസ്സ്റ്റേറ്റ്മെന്റും മെറ്റീരിയൽ ആണോ എന്ന് നോക്കിയിട്ടും പെർവേസീവ് ആണോ എന്നുള്ളത് നോക്കിയിട്ടുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. മെറ്റീരിയാലിറ്റിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതാണ്. ഒരു എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ എന്നറിയാൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്? യു ക്യാൻ ഈദർ ചെക്ക് ഓൺ ദി ബേസിസ് ഓഫ് ദി സൈസ് ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിലോ നേച്ചർ ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ എടുക്കാം. സൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ബെഞ്ച് മാർക്സും പഠിച്ചതാണ്. ഇനി ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നറിയാനായിട്ട് ബേസിക്കലി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിന്റെ ബേസിസിൽ ആ മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ എക്സാമിന്റെ സമയത്ത് എടുക്കുന്ന ഒരു അപ്രോച്ചിന്റെ ബേസിസ് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇഫ് യു ആർ കൺസിഡറിംഗ് ഇറ്റ് ഓൺ ദി ബേസിസ് ഓഫ് എ സ്റ്റാൻഡേർഡ്, അവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? സ്റ്റാൻഡേർഡിന്റെ ബേസിസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കാം? ഏറ്റവും ആദ്യമേ നിങ്ങൾ നോക്കണം ഏതൊക്കെ ഏരിയയിലാണ് മിസ്സ്റ്റേറ്റ്മെന്റ് അഫക്ട് ചെയ്തേക്കുന്നത് നോക്കണം. ഏതൊക്കെ സിറ്റുവേഷനിലാണ് മിസ്സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് പെർവേസീവ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക? മൾട്ടിപ്പിൾ ഏരിയാസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് അഫക്ട് ചെയ്തേക്കുന്ന ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും.
സെക്കൻഡ് നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഏരിയനെ മാത്രമാണ് മിസ്സ്റ്റേറ്റ്മെന്റ് അഫക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ആ സിംഗിൾ ഏരിയയുടെ സബ്സ്റ്റാൻഷ്യൽ പോർഷനും മിസ്സ്റ്റേറ്റ്മെന്റ് അഫക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷറിന്റെ ഒമിഷൻ അല്ലെങ്കിൽ അതിന്റെ മിസ്സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണെങ്കിലും അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി പെർവേസീവ്. അപ്പോൾ 3 സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. If a misstatement have affected multiple areas in the financial statements, that will be pervasive. If a misstatement have affected a single area, but it affects a substantial portion of the financial statements, major area of FS affected ആയി ഒറ്റ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിലും, മൂന്നാമത് നമ്മൾ പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷൻ ഒമിഷൻ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. സോ ദീസ് ആർ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്. പെർവേസീവ്നെസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അത്. ഹൗവർ നമ്മൾ എക്സാം അപ്രോച്ചിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഓൾറെഡി കമ്പനി പ്രോഫിറ്റിലാണോ അതോ ലോസിലാണോ നോക്കണം. 1000 rupees പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനിയാണ്. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണോ ആ മിസ്സ്റ്റേറ്റ്മെന്റ് ഒരു 1200 ആയിരുന്നു. ശരിക്കും ആ മിസ്സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് കൺസിഡർ ദാറ്റ് കമ്പനി 1000 പ്രോഫിറ്റിലായിരുന്നു, ഒരു 1200 സാലറി ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി കമ്പനി. സോ ഈ 1200 സാലറി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1000 നിൽക്കുന്ന കമ്പനി 200 ലോസിലേക്ക് പോകും. അങ്ങനെയാണ് ഈ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1200 എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. സെയിം as that നമ്മുടെ കമ്പനി ലോസിലാണ് നിൽക്കുന്നത്, 3000 ലോസിലാണ് കമ്പനി ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അതായിരുന്നു മിസ്സ്റ്റേറ്റ്മെന്റ്. ആ ഇൻകം എന്ന് പറയുന്നത് 3500 ആയിരുന്നു. സോ ശരിക്കും ആ ഇൻകം അഡ്ജസ്റ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാനെ? കമ്പനി മൈറ്റ് ബി 500 പ്രോഫിറ്റ്. സോ ഇങ്ങനെ ഒരു എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എത്രയാണോ അത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു കമ്പനി ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി ലോസ് നിൽക്കുന്ന ഒരു കമ്പനി പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ആ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർവേസീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ പറഞ്ഞ ഇത് ഈ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ റിപ്പോർട്ടിംഗ് എഴുതുമ്പോൾ റിപ്പോർട്ടിംഗ് എഴുതുമ്പോൾ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ തന്നെ ആയിരിക്കും എഴുതുക. അത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതി പോവാം. The amount of misstatement is pervasive. Amount of misstatement is material. However, it cannot be treated as pervasive as the reported profit is not stated into losses by adjusting the amount of misstatement in the financial statements. ഇതായിരിക്കും നമ്മൾ പറയാം. അല്ല നേരെ ഓപ്പോസിറ്റ്, the amount of misstatement will also be treated as pervasive as the amount of profit recognized by the company have been restated into losses in case if the misstatement were adjusted in the financial statements. Therefore, it is pervasive. എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോ സ്റ്റാൻഡേർഡ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ വേണമെന്നില്ലേ? സോറി, സ്റ്റാൻഡേർഡ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ഇല്ലേ? സ്റ്റാൻഡേർഡ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ വേണം എന്നില്ല. വേണ്ട, സ്റ്റാൻഡേർഡ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഈ ബേസിസിലായിരിക്കും നിങ്ങൾ എപ്പോഴും AAAക്കകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പ്രോഫിറ്റിന്റെ റീസ്റ്റേറ്റ്മെന്റ് ഇൻടു ലോസസ് അല്ലെങ്കിൽ ലോസിന്റെ റീസ്റ്റേറ്റ്മെന്റ് ഇൻടു പ്രോഫിറ്റ്. ഹൗവർ ഇപ്പൊ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് തരുന്നില്ല. ഇപ്പൊ സ്റ്റാൻഡേർഡിന്റെ യൂസേജ് വരുന്ന ഒരേ ഒരു ഏരിയയിൽ മാത്രമാണ്. നിങ്ങളോട് പറയാണ് ഇപ്പം ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് മെയിൻലി യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയയിലെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞു, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് കൺക്ലൂഡ് ചെയ്യാണ്. ഓഡിറ്റർ അസംഷന്റെ ബേസിസിൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓഡിറ്റ് പെർഫോം ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാം, ഓഡിറ്ററിന്റെ അസംഷന്റെ ബേസിസിലല്ല എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്, സ്റ്റാൻഡേർഡിന്റെ ബേസിസിലാണ്. അവിടെ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡിന്റെ അത് പറഞ്ഞേക്കുന്ന കൺസിഡറേഷൻ പറയാം. പക്ഷെ നിങ്ങൾ ആസിൻ റിപ്പോർട്ടിങ്ങിന് ആൻസർ എഴുതുന്ന സമയത്ത് അത് പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഹലോ, യാ. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ ഏരിയാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക വിത്ത് റിഗാർഡിങ് ദ ഏരിയ ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈഡ്. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമുക്കറിയാം നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്നുണ്ടാവുക. വി വിൽ കൺസിഡർ വെദർ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇസ് മെറ്റീരിയൽ അറ്റ് ദ സെയിം ടൈം വെദർ ഇറ്റ് ഈസ് പെർവേസീവ്. അപ്പൊ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞേ, കൺസിഡർ ദാറ്റ് ഈ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്, അതായത് 1200 എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയലും ആണ് പെർവേസീവ് ആണ്. ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ്. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക? അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഗുഡ്. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല. ഇറ്റ്സ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇസ് മെറ്റീരിയൽ, it is not material and not pervasive. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. സപ്പോസ് കൺസിഡർ ദാറ്റ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു വിത്ത് റിഗാർഡിംഗ് ദിസ് ഏരിയ.
but unfortunately you were not able to get audit evidence with regarding the same area. So if you are not getting audit evidence from the same area, so if suppose that particular amount of possible misstatement is material and pervasive, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണെങ്കിൽ disclaimer of opinion. Good. Then consider that there's a lack of audit evidence which amounts to a material variance but which is not pervasive. And the opinion qualified opinion. Consider that there's an amount of misstatement, amount of possible misstatement, but we haven't obtained evidences with regarding that. But that particular amount might be material as well as it might not be pervasive. അങ്ങനെയാണെങ്കിലോ it is not material and not pervasive. Unqualified opinion ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, even if it's a misstatement or a lack of audit evidence, if that amount is material but not pervasive, എപ്പോഴും എന്തായിരിക്കും? Qualified ആയിരിക്കും. Then അതേപോലെ തന്നെ if it is material and pervasive, ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് മാറ്റം വരിക. മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് എന്ന് പറയുമ്പോൾ misstatement ആണെങ്കിൽ we will provide adverse opinion. Lack of audit evidence ആണെങ്കിലോ we will provide disclaimer of opinion. ഇനി if it is not material and not pervasive at the same time, നമ്മൾ ഈ രണ്ട് കേസിൽ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? Unqualified അല്ലെങ്കിൽ unmodified opinion ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. And this is what we learned with regarding the area of reporting. പഠിച്ചല്ലാരും നമ്മള്? Okay. ഇനി നമുക്ക് റിപ്പോർട്ടിംഗിന്റെ ഏരിയന്ന് പല കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് റോക്കറ്റ് എന്ന് പറയുന്ന പഴയ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു. അതായത് പല കാറ്റഗറി ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങളോട് അവിടെ മെയിൻലി ചോദിക്കുന്നുണ്ടാവും എന്തായിരിക്കും? They might ask you to identify the matters over which you have to focus on. What are the matters to be considered by the auditor? And further actions need to be taken by the auditor with regarding this area എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും. So say for example, ഇവിടെ നമുക്ക് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. I will just explain the scenario quickly. ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കാണ് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. സോ ഇവരുടെ റവന്യൂവിന്റെ ഫിഗേഴ്സ് ഒക്കെ എത്ര പേര് തന്നു? നമ്മളോട് പറയാണ് ഇവിടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്ത സമയത്ത് ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 2 സെയിൽസ് ട്രാൻസാക്ഷൻസ് കമ്പനി ഫസ്റ്റ് ക്വാർട്ടറിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമറിന്റെ 2 കസ്റ്റമേഴ്സിന്റെ ലൊക്കേഷനിലേക്കാണ് അവർ ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. അതായത് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് മനസ്സിലായി ഇവരുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്തേക്കുന്നത് തേർഡ് പാർട്ടി വെയർഹൗസിലേക്കാണ്, കസ്റ്റമേഴ്സിന്റെ വെയർഹൗസിലേക്കല്ല ഇവര് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്ത് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ് ഉള്ളത് കമ്പനിക്ക്. ഒന്ന്, കസ്റ്റമറിന്റെ വെയർഹൗസിൽ തന്നെ ഡെലിവറി ചെയ്യണം പ്രൊഡക്ട്സ്. 2, കസ്റ്റമറിനെ കൊണ്ട് പ്രൊഡക്റ്റിന്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തിക്കണം. അതും കൂടെ കംപ്ലീറ്റ് ആയി മാത്രമേ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരിവിടെ ഈ 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇവർ നേരെ എന്ത് ചെയ്തു? തേർഡ് പാർട്ടി വെയർഹൗസിൽ ഇൻവെന്ററി കൊണ്ടുവച്ചിട്ട് പോയി. ആൻഡ് ഇവർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു 17 മില്യൺ. അവർ പറയുന്നത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ്. സോ ദിസ് ഈസ് ദ സിനാരിയോ. ഇത്രയും കാര്യങ്ങൾ സിനാരിയോയിൽ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് കമന്റ് അപ്പോൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. ഇവിടെ മൾട്ടിപ്പിൾ റിക്വയർമെന്റ് ഉണ്ട് ശരിക്കും. കമന്റ് അപ്പോൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. ഇവിടെ എന്ത് കാര്യത്തെക്കുറിച്ചാണോ മേലെ ഇവർ പറഞ്ഞേക്കുന്നത് അതിനെ മേലെ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് എന്താണ് ഫെർദർ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത്, ആ ഫെർദർ ആക്ഷൻ എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ബിഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഈസ് സൈൻഡ്. അതേപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദി ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇഫ് നോ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ക്ലിയർലി സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞു. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായിരിക്കും പറയേണ്ടത്? എന്തൊക്കെയാണ് ഇവിടെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന മാറ്റേഴ്സ് എന്നുള്ള കാര്യം പറയണം. ദെൻ നിങ്ങൾ എന്തൊക്കെയാണ് ഫെർദർ ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ടത്, ആ ഫെർദർ ആക്ഷൻസ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ മാറ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ടു ഹൗ യു യൂസ് ടു പ്രൊവൈഡ് യുവർ ആൻസേഴ്സ് ഇൻ ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് ഓർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഓഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിന്റെ സെയിം പാറ്റേൺ തന്നെയായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവിടെ എന്ത് പറയണം? മാറ്റേഴ്സിനെ കുറിച്ച് പറയാനായിട്ട് ആദ്യമേ മെറ്റീരിയാലിറ്റി പറയാം. രണ്ടാമതായിട്ട് യു നീഡ് ടു ക്ലിയർലി സ്പെസിഫൈ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്.
അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡിൽ എന്തൊക്കെ പഠിച്ചോ അത് മൊത്തം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ വാട്ട് ദ എക്സാമിനർ ഡിമാൻഡ്സ് അക്കോർഡിംഗ് ടു ദി സിനാരിയോ, അത് മാത്രം പറഞ്ഞാൽ മതി. ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ടാവണം? വാട്ട് വെന്റ് റോങ്, ഇവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിച്ചതെന്നുള്ള കാര്യം പറയാ. പ്ലസ് അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യം സംഭവിച്ച കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓൺ എഫേർട്സ് ഉണ്ടായേക്കെന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പറയേണ്ടത്. ബട്ട് വാട്ട് വെന്റ് റോങ് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു, സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് പറയേണ്ടത്. അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പ്രകാരം എങ്ങനെയായിരുന്നു, പക്ഷെ സിനാരിയോയ്ക്കകത്ത് അവർ എന്താണ് ചെയ്തേക്കുന്നത്, എന്താണ് തെറ്റായിട്ട് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യമാണ് ക്ലിയർലി സ്പെസിഫൈ ചെയ്യാൻ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ നമുക്ക് ആ മെറ്റീരിയാലിറ്റിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടിയിരുന്നു എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 17 million ആണ് എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 17 million ഡിവൈഡഡ് ബൈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിലുള്ള 2 ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. റവന്യൂ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 17 ഡിവൈഡഡ് ബൈ 1437 into 100 ചെയ്യുക. റവന്യൂവിന്റെ 0.5%-നേക്കാളും മേലെയാണ് ഇതെന്ന് നോക്കുക. സെയിം as that പ്രോഫിറ്റിന്റെ 17 by 139 into 100 ചെയ്യുക. ദെൻ പ്രോഫിറ്റിന്റെ 5%-നേക്കാളും കൂടുതലാണ് ഈ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ദ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് 17 million with regarding the revenue recognized represents 7% of the profit and 3% of the revenue. Therefore, it is material. According to IFRS 15, revenue from contracts with customers, revenue should be recognized when a company have satisfied all the performance obligation in relation to the sale. And in case if there are any pending obligation with regarding the revenue recognized, then the revenue should not be included as part of the current year period and it should be treated only as a deferred income. എന്നിട്ട് നിങ്ങൾ എന്ത് പറയണം? സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം എന്ന് പറഞ്ഞു. സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് പറയാ, നിങ്ങൾ പറയാ, the rocket company have signed contract with 2 of its customers and they have assured the customer that they will deliver the product to the customer warehouse, as well as they will provide the customer with an opportunity to review the goods before they are treating the particular sale of goods as final. However, none of these promises have been done from the part of the company. The company have delivered the product to third-party warehouse and the goods are yet to be inspected by the customers. But still the company claims that they have satisfied the performance obligation and they have recognized the amount received as part of their revenue. However, it is an incorrect accounting treatment in doing so, as the performance obligation with regarding the sale are still yet to be completed from the part of the company. The amount should be treated only as deferred income. And since they have treated it as a revenue, the amount of revenue of the company is overstated and the deferred income is understated by the same amount. ഇതായിരിക്കും നിങ്ങൾ മാറ്റേഴ്സ് പാർട്ടായിട്ട് പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? Is it clear everyone? Yes, sir. Okay. അപ്പൊ മാറ്റേഴ്സ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയേണ്ടത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയാലിറ്റി പറയാ, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറയാ, പറയാ, ഇമ്പാക്ട് ഓൺ എഫേർട്സ് എന്താണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടാവണം. ഇനി മാറ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയേണ്ടത് എന്താണ്? ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാണ്? അതായത് ഈ മിസ്സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ഫർദർ ആക്ഷൻസ് എടുക്കണം? ഫർദർ ആക്ഷൻസ് എന്തൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? You have to communicate or discuss this matter with the management. You have to discuss with management with regarding the same. ഇനി മാനേജ്മെന്റുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ ഈ മിസ്സ്റ്റേറ്റ്മെന്റ്, ആ മിസ്സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. മാനേജ്മെന്റ് ഇത് കാര്യം കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാ? And they have to discuss with those charged with governance. And those charged with governance കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഓഡിറ്റ് കമ്മിറ്റി അല്ല, നമ്മൾ ഇവിടെ പറയുന്നത് എന്തായിരിക്കും? We need to obtain written representation. അല്ല, അതിനു മുന്നേ എന്ത് ചെയ്യണം? Again you have to discuss with those charged with governance about the impact over auditors report. ഈ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി എന്നിട്ടും അവർ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? We will obtain written representation. We will obtain written representation from them stating their intention of not continuing without amending the financial statements. Then finally ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? We need to reflect it over the
Audit Auditors report. report. Okay, reflect in auditors report. ഇതാണ് further actions that need to be necessarily be taken by the auditor. അപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ഓർ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് മാത്രം പറഞ്ഞു പോകരുത്. കമ്മ്യൂണിക്കേറ്റ് ഓർ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് വാട്ട് ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയണം. ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? The auditor should discuss with the management about the misstatement and he should request them to adjust the financial statements by writing off the amount of 17 million recognized in the revenue and recognizing the same amount as part of the company's deferred income. And if the management is unwilling to correct the misstatement, auditor should discuss the same with those charged with governance and should request them to amend the financial statements. However, still, if they are not willing to correct the misstatement, auditor should inform them about the impact that the auditor will be creating over the auditor's report. Still, if they wish to continue without amending the financial, auditor should obtain written representation from them stating their intention to continue without amending the FS. And finally, the auditor should also reflect the impact over the company's auditor's report. എന്നുള്ള കാര്യം പറയാ, കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫർദർ ആക്ഷൻ പറയാ. സോ ക്ലിയർലി നിങ്ങൾ പറയണം എന്താണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ദോസ് ചാർജ്ഡ് വിത്ത് ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫ്ലക്ട് ചെയ്യണം എന്നുള്ള കഥയും പറയാം. ഇനി ഇത് പറയുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചതാണ്, എല്ലാ സിറ്റുവേഷനിലും ഈ സെയിം ഫോർമാറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ലൈറ്റ് ഡിഫറൻസ് വരാം. ഇവിടെ ഇപ്പൊ കണ്ടോ ഫർദർ ആക്ഷൻ നമ്മൾ എഴുതിയേക്കുന്നത് എങ്ങനെയാ? ടി എൻ കമ്പനി എന്ന് പറഞ്ഞ ഓഡിറ്റർ ഷുഡ് റിക്വസ്റ്റ് ദ ക്ലയന്റ് ടു അഡ്ജസ്റ്റ് ദെയർ ഫിനാൻസസ് to reverse the revenue recognized in relation to the goods being stored at the third party facility. അതേപോലെ തന്നെ അവർ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസുമായിട്ട് മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട്. ആൻഡ് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അമെൻഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്. എന്നിട്ട് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യണം ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യം. ആൻഡ് ക്ലയന്റ് സ്റ്റിൽ അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യണം ക്ലയന്റിന്റെ കയ്യിൽ നിന്ന്. അവർക്കിത് ചേഞ്ച് ചെയ്യാണ്ട് തന്നെ പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ള ഇന്റൻഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സോ ലിറ്ററലി വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അഗൈൻ നോക്കിയത്? ക്ലയന്റുമായിട്ടുള്ള ഡിസ്കഷനെ കുറിച്ച് പറഞ്ഞു, ദെൻ ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്തുള്ള ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അവരുമായിട്ട് കൺവേ ചെയ്യണം എന്ന് പറഞ്ഞു. റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. മനസ്സിലായ എല്ലാവർക്കും? Sure. ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, whenever you get a question like this, നിങ്ങൾ നോക്കുക സിനാരിയോക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന്. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് അത് മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടത്തി പോകുന്നുണ്ടാവുക. ബട്ട് ഇൻ കേസ് എങ്ങാനും ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് മിസ്സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്തിട്ടില്ല, സ്റ്റിൽ ദേ ആർ ഇൻ എ ഡൗട്ട് വെദർ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെ പറയേണ്ടത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കൂടി പറയണം. അതായത് ഫർദർ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തും ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ പറയാ വെദർ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങളോട് പറയാണ് ആകെ ഓഡിറ്റർ ഇപ്പം ഓഡിറ്റിന്റെ പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞ് ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓഡിറ്റർ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് കാണുന്നത്. എന്ത് ഫർദർ ആക്ഷൻ ആണ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റർ നീഡ് ടു പെർഫോം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട്. എന്നിട്ട് നിങ്ങൾ 2-3 ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയാം. എന്നിട്ട് പറയണം ബൈ കൺക്ലൂഡിംഗ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ എമൗണ്ട് ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റർ ഷുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ദ മാറ്റർ വിത്ത് ദ മാനേജ്മെന്റ്. ആൻഡ് മാനേജ്മെന്റ് അടുത്ത് എന്താണ് റിക്വസ്റ്റ് റേസ് ചെയ്യേണ്ടത്, ആ റിക്വസ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ അവിടെ ഓരോരുത്തർ പറയുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? You will be talking according to the scenario. അപ്പം സിനാരിയോക്കകത്ത് if they haven't performed the procedures yet, then you can talk about the procedures. Or else എല്ലാ സിറ്റുവേഷനിലും എന്ത് ചെയ്താൽ മതി? ഫർദർ ആക്ഷൻസ് ഇതുപോലെ തന്നെ പറഞ്ഞു പോയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഫർദർ ആക്ഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ നമ്മുടെ? ഇല്ല, നോട്ട് യെറ്റ്. നമ്മൾ 3 കാര്യങ്ങളായിരുന്നു അവിടെ റിക്വയർമെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ചെയ്തത്. മാറ്റേഴ്സ് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു, ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താ? ഇഫ് ദിസ് മിസ്സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ്, വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് ഓവർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്.
ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഈ മിസ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ക്രിയേറ്റഡ് ആവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് ഈ മിസ്റ്റേറ്റ്മെന്റ് കാരണം എന്ത് ഇമ്പാക്ട് ഉണ്ടാവുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? തിങ്സ് ആർ വെരി സിമ്പിൾ. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്തുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ടിംഗ് ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ സെയിം ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. ആദ്യമേ നിങ്ങൾ റിപ്പോർട്ടിംഗിന് ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെൽ വി നോ ദാറ്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറയാം. അപ്പൊ ആദ്യം നിങ്ങൾ മെറ്റീരിയാലിറ്റി പറയണം. രണ്ടാമതായിട്ട് എന്തായിരിക്കും പറയേണ്ടി വരിക? ഈ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയണം. മൂന്നാമതായിട്ട് അതുപോലെ തന്നെ എന്ത് പറയണം? എന്താണ് നിങ്ങൾ ഒപ്പീനിയൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ആൻഡ് ഫൈനലി വെൻ ഇറ്റ് കംസ് ടു ഫോർത്ത് സ്റ്റേജ് യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ. ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. സോ ഈ 4 കാര്യങ്ങളായിരിക്കും പറയാം. അപ്പൊ ഇവിടെ ഈ 17 മില്യൺ എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഈ 17 മില്യൺ പെർവേസീവ് ആണോ? ഈ കേസിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോഫിറ്റ് ഫിഗേഴ്സും റവന്യൂന്റെ ഫിഗേഴ്സും തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറഞ്ഞു എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 17 മില്യൺ ആണ്. ഈ 17 മില്യൺ എന്ന് പറയുന്ന എമൗണ്ട് ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് പെർവേസീവ് ആണോ? നോ. കാരണം എന്താ? പ്രോഫിറ്റ് മാറുന്നില്ലല്ലോ. കമ്പനിയുടെ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 139 മില്യൺ ഉണ്ട്. ആൻഡ് നമ്മുടെ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എത്രയേ ഉള്ളൂ? 17 മില്യണേ ഉള്ളൂ. സോ ഈ 139 മില്യൻ്റെ അകത്ത് 17 മില്യൺ കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. കമ്പനി വിൽ നോട്ട് ബി ഗോയിങ് ഇൻ ടു ലോസസ്. സോ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് പെർവേസീവ് ആണോ അല്ലോ എന്നുള്ളത് കൺക്ലൂഡ് ചെയ്തു. അപ്പൊ ഇതെന്താണ്? മെറ്റീരിയൽ ആണ്, പക്ഷെ എന്തല്ല? പെർവേസീവ് അല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? Okay, we will be providing an unqualified opinion. And basis of opinion അകത്ത് എന്തായിരിക്കും നമ്മൾ പറയേണ്ടി വരിക? എന്ത് basis of opinion ആയിരിക്കും കൊടുക്കേണ്ടി വരിക? We have to provide basis of unqualified opinion. അല്ലേ? We have to provide basis of qualified opinion. Yeah. ഇവിടെ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? മെറ്റീരിയൽ ആണ്, പക്ഷെ എന്തല്ല? പെർവേസീവ് അല്ല. അപ്പൊ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത്. ആൻഡ് നമ്മുടെ ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? വിൽ ബി പ്രൊവൈഡിങ് ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഈസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പൊ നമ്മൾ റിപ്പോർട്ടിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയേണ്ടത്? മെറ്റീരിയൽ ആണോ എന്ന് പറയാം, പെർവേസീവ് ആണെന്ന് പറയാം, ഒപ്പീനിയൻ പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുമ്പ് എന്ത് പറഞ്ഞാൽ മതി? The amount of misstatement of 17 million represents a material misstatement in the financial statement in case if they remain uncorrected. However, the amount of misstatement cannot be treated as pervasive as the reported profit are not restated into losses. Therefore, the amount of misstatement is material and not pervasive. So the auditor have to provide a qualified opinion stating that except if the misstatements are avoided, rest of the financial statement shows a true and fair view. Following the opinion paragraph, the auditor should also provide basis of qualified opinion to specify about the amount of misstatement and the reasons for the reason modification of the auditor's opinion should be clearly specified. ഇത്രയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക റിപ്പോർട്ടിംഗ് ആയിട്ട്. അല്ലെങ്കിൽ അത് അത്രയും ഡീറ്റെയിൽഡ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ്, ഓഡിറ്റർ ഷുഡ് ഓൾസോ പ്രൊവൈഡ് ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇൻ ഓർഡർ ടു സ്പെസിഫൈ ദ റീസൺസ് ഫോർ പ്രൊവൈഡിങ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ടിംഗിന് ആൻസേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പം റിപ്പോർട്ടിംഗിന് ആൻസർ ഇതിന് ഓരോന്നിനും 1 by 1 ആയിരിക്കും മാർക്ക് കിട്ടുന്നുണ്ടാവുക. യു വിൽ ബി ഗെറ്റിംഗ് സെപ്പറേറ്റ് മാർക്ക് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആൻഡ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്. പെർവേസീവ്നെസ് ആണോ അല്ലയോ എന്നുള്ളത് പറയുന്നതിന് മാർക്ക് ഉണ്ടാവും. ഒപ്പീനിയൻ പറയുന്നതിന് മാർക്ക് ഉണ്ടാവും. സെയിം as that basis of opinion കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നതിനും മാർക്ക് ഉണ്ടാവും. പ്രോപ്പർലി മനസ്സിലായോ എല്ലാവർക്കും? സർ, ക്വാളിഫൈഡ് ഒപ്പീനിയന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് except if the amount of misstatement is avoided, rest of the financial statements shows a true and fair view. ഈ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആൻസർ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ റിപ്പോർട്ടിംഗ് ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അവർ എഴുതിയേക്കുന്നത് നോക്കി.
impact over the report. If the management refuses to revise 17 million of revenue recognized in the transaction, auditor will conclude that financial statements are materially misstated. So materiality. The matters is material to the statement of P&L, but unlikely to be considered as pervasive. The required adjustment would not report profit being restated as loss, and only captions on the FS affected are revenue and receivables. നമ്മൾ പറയാണ് മാറ്റർ മെറ്റീരിയൽ ആണ് P&L-നകത്ത്, പക്ഷെ അതെന്തല്ല പെർവേസീവ് അല്ല. കാരണം റിക്വയർഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റിനെ ലോസ് ആക്കി മാറ്റില്ല. ഇവിടെ ആകെ അഫക്റ്റഡ് ആവുന്ന റവന്യൂ റിസീവ്സും മാത്രമാണ്. സോ അവർ പറയാണ് in this circumstance auditor qualified opinion issue ചെയ്യണം, stating that except for the matters financial statements എന്താണ് ഫെയർലി ആണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഓഡിറ്റർ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇൻക്ലൂഡ് ചെയ്യണം. ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടായിരിക്കും എത്രയാണ് എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ലിറ്ററലി വി ഹാവ് സ്പെസിഫൈഡ് അബൌട്ട് ദ amount of misstatement is whether it is material or not, whether it is pervasive, നമ്മുടെ ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ആൻഡ് ഫൈനലി ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ബട്ട് ദർ ആർ ഓൾസോ ചാൻസസ് ദാറ്റ് നിങ്ങളോട് ചിലപ്പം മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഇമ്പാക്ട് ഓവർ ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും ചോദിക്കുക. ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു മെൻഷൻ എനിത്തിങ് റിലേറ്റിംഗ് ടു ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ. നിങ്ങൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളത് വരെ മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഇനി ഇവിടെ അഡീഷണലി ഒരു സാധനം കൂടെ വരാൻ ചാൻസ് ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് വെരി റയർ. സോ യു മൈറ്റ് സംടൈംസ് ഓൾസോ നീഡ് ടു മെൻഷൻ അബൌട്ട് MURGC പാരഗ്രാഫ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. അത് ഏത് സിറ്റുവേഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുക? When there is uncertainty relating to the perfect. When there is an uncertainty relating to the going concern, which is appropriately presented and disclosed in the financial statements. എന്തെങ്കിലും തരത്തിലുള്ള ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ഉണ്ട്, അതിനെക്കുറിച്ച് അപ്രോപ്രിയറ്റ്ലി എഫ്എസിനകത്ത് പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സെയിം ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് MURGC പാരഗ്രാഫിൽ സ്പെസിഫൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞേക്കാണ് ഒരു ഗോയിങ് കൺസേൺ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള അൺസർട്ടനിറ്റി ഉണ്ട്, ആൻഡ് ആ അൺസർട്ടനിറ്റിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അൺസർട്ടനിറ്റിയെ കുറിച്ച് ക്ലിയർ ആയിട്ട് അവർ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ യാതൊരു തരത്തിലുള്ള മിസ്സ്റ്റേറ്റ്മെന്റും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയാലിറ്റി പറഞ്ഞ അവിടെ എന്ത് പറയും? എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്. സോറി, അവിടെ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ല, therefore മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയാം. സോ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്തും ആയിരിക്കത്തില്ല, പെർവേസീവ് ആയിരിക്കത്തില്ല, കാരണം അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല അൺസർട്ടനിറ്റിനെ. ഒപ്പീനിയൻ എന്തായിരിക്കും? അൺക്വാളിഫൈഡ് ആയിരിക്കും. നിങ്ങൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയുക, ബേസിസ് ഓഫ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ തന്നെ പ്രൊവൈഡ് ചെയ്താൽ മതി. അതിന്റെ റീസൺ എന്താണെന്നുള്ളതും പറയണം എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം, MURGC പാരഗ്രാഫും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം. അത് ഏത് സിറ്റുവേഷൻ മാത്രമായിരിക്കും? only if there is something relating to uncertainty relating to going concern which is appropriately present and disclosed in the financial statements. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം if you want you can talk about the MURGC. Clear ആയോ? Is that clear everyone? Okay. മെറ്റീരിയാലിറ്റി പെർവാസീവ് നമുക്ക് വേണ്ടല്ലോ. അല്ല, എമൗണ്ട് അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് എഴുതേ വേണ്ടല്ലോ. അത് എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് അത് മെറ്റീരിയാലിറ്റി പെർവേസീവ്നെസ്സും കൺസിഡർ ചെയ്യേണ്ടതെന്ന് എഴുതണം. അങ്ങനെ എഴുതണം. ഓക്കെ, അതുകൊണ്ട് ഒപ്പീനിയൻ എന്താണ്? അഫക്റ്റഡ് അല്ല, വി ഹാവ് ടു പ്രൊവൈഡ് ആൻ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നുള്ളതായിരിക്കും നമ്മൾ പറയാം. മനസ്സിലായോ? ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ടിങ്ങിന് ആൻസർ എഴുതുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രൊവൈഡ് ആൻസേഴ്സ് ഫോർ ദ ഏരിയ ഓഫ് മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഫർദർ ആക്ഷൻ. എന്തൊക്കെയായിരിക്കും നമ്മൾ പറയാ? യു വിൽ ബി സ്പെസിഫൈങ് എമൗണ്ട് ഈസ് മെറ്റീരിയൽ ഓർ നോട്ട്. അതേപോലെ തന്നെ എന്ത് പറയണം? കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയണം. വാട്ട് വെൻ റോങ് പറയണം. ഇനി കമ്മ്യൂണിക്കേഷൻ ഓർ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവണം ഫർദർ ആക്ഷൻ പറയുമ്പോൾ. അതേപോലെ തന്നെ ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്സോട് ഡിസ്കസ് ചെയ്യാൻ പറയാ. ദെൻ ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്സോട് എന്ത് ഇമ്പാക്ട് ആണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അത് വരുന്നതെന്നുള്ളത് പറയാൻ പറയണം. റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറയണം. അതേപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. റിപ്പോർട്ടിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു വി വിൽ സ്പെസിഫൈ വെദർ ദ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഈസ് മെറ്റീരിയൽ ഓർ നോട്ട്, പെർവേസീവ് ആണോ എന്ന് പറയും. നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. And at the rare case നമ്മൾ പറഞ്ഞു in some situation എന്തും പറയേണ്ടി വരും. You can also talk about the MURGC
in case of any uncertainty relating to going concern. Clear അല്ലേ എല്ലാവർക്കും? Sir, ഈ ഫർദർ ആക്ഷന്റെ ഇതില് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പറഞ്ഞില്ലേ, ആ, അത് പ്ലാനിങ് സ്റ്റേജിൽ മിസ്റ്റേക്ക് വരുന്ന സമയത്താണോ? പ്ലാനിങ് സ്റ്റേജിലെ അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഇല്ല സമയത്താണോ? അല്ല, നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന എപ്പോഴായിരിക്കും? എക്സിക്യൂഷൻ സ്റ്റേജിലായിരിക്കും. അപ്പം അവർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തെന്നോ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡ് ചെയ്തെന്നോ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ചില റിക്വയർമെന്റ്സ് നിങ്ങളോട് സ്പെസിഫിക്കലി എടുത്തു പറയുകയും ചെയ്യും. വാട്ട് ആർ ദ ഫർദർ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫർദർ ആക്ഷൻസ് നീഡ് ടു ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർലി എന്ത് ചെയ്യാം? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എത്രയാണോ അത് എഴുതുക, ഫർദർ ആക്ഷൻസും എഴുതുക. മനസ്സിലായോ? ഓക്കെ. സാറേ, ചില ക്വസ്റ്റ്യനിൽ ഈ ഫർദർ ആക്ഷൻ ചോദിച്ചിട്ട് പ്രൊസീജിയർ മാത്രം എഴുതിട്ട് കാണാലോ, അത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ഇത് എഴുതണോ അല്ലെങ്കിൽ 90% കേസിലും നിങ്ങൾ എഴുതേണ്ടി വരുന്നത് സെയിം തന്നെയായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് തന്നെ ആയിരിക്കും എഴുതേണ്ടി വരിക. പിന്നെ അവർ പ്രൊസീജിയേഴ്സ് മാത്രമായിട്ട് എംഫസൈസ് ചെയ്ത് പോകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ അവർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അവിടെ നിങ്ങളോട് സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം എന്നുള്ളത് ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക എന്തൊക്കെയാണ് ഫർദർ ആക്ഷൻസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവിടെ ഓഡിറ്റ് ചെയ്യാനിരുന്ന ആക്ഷൻ എന്തായിരുന്നു? പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പം അവിടെ എന്താണ് പ്രൊസീജിയർ പെർഫോം ചെയ്യാനുള്ളത് അത് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്ത് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ആ മിസ്റ്റേറ്റ്മെന്റ് അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല. അവർ ക്ലെയിം ചെയ്യുന്നത് അത് റവന്യൂ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ എന്ത് ഫർദർ ആക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മാനേജ്മെന്റുമായിട്ട് കാര്യം ഡിസ്കസ് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ പറയാം. കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ലെങ്കിൽ ദോസ് ചാർജസ് ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ പറയാം, റിട്ടേൺ റെപ്രസെന്റേഷൻ വായിക്കണം, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മൾ ഈ കഥ പറഞ്ഞു പോവുക. മനസ്സിലായോ? ഓക്കെ. ചില കേസിൽ ഇമ്മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് വരത്തില്ലേ? സോറി, ചില കേസസിൽ മെറ്റീരിയൽ അല്ല, മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ അല്ല എന്നുള്ളത് വരത്തില്ലേ? വരാം. അപ്പൊ എങ്ങനെയാ? അപ്പൊ മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. അപ്പൊ മെറ്റീരിയലും അല്ല പെർവാസീവും അല്ല, അതുകൊണ്ട് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് ഇമ്പാക്ട് ഓൺ ഒപ്പീനിയൻ പറയണം. നമ്മളോട് ഇമ്പാക്ട് ഓൺ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ബട്ട് നോർമലി നമുക്ക് അങ്ങനെ റിപ്പോർട്ടിങ്ങിന്റെ കേസിൽ അങ്ങനെ വരാറില്ല നോർമൽ കേസിൽ. ഇനി നമ്മളോട് അത് ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യനിലാണ് അങ്ങനെ വരാറുള്ളത്. ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ കേസിൽ അവർ ഓൾറെഡി നിങ്ങളോട് പറയും അവർ മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കാൻ വെച്ചേക്കുന്നത്. അപ്പം മിസ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മെറ്റീരിയൽ ആണെന്ന് നോക്കുമ്പോൾ അത് ഇമ്മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയാ? അവിടെ ആ ഒപ്പീനിയൻ അല്ല കൊടുക്കേണ്ടത്, അവിടെ ഈ ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏതാണ് കൊടുക്കേണ്ടത് അത് പറയാം. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളിപ്പോ കണ്ടു എങ്ങനെയാണ് നമ്മുടെ മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഫർദർ ആക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള കാര്യം. ഇനി സെയിം as that നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇതിപ്പോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റാണ്, അല്ലെങ്കിൽ ഓൾഡ് റിവിഷൻ കിറ്റിലും സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കും എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് ദ മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ഈച്ച് ഓഫ് ദി അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്, ഇൻക്ലൂഡിംഗ് ആൻ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇമ്പാക്ട് ഓവർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, assuming the management does not correct, adjust any of the misstatement, discuss the effect on auditor's opinion and the auditor's report. അത് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? എന്തൊക്കെ മാറ്റേഴ്സ് ആണ് മാനേജ്മെന്റുമായിട്ട് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇമ്പാക്ട് ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി ഒരു ചെറിയ സിനാരിയോ ആണ്. ഇപ്പൊ നമ്മൾ എടുത്ത സിനാരിയോനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളോട് ഈ റിക്വയർമെന്റ് ചോദിച്ചേക്കുന്നതെന്ന് വെച്ചോ. വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബൈ ദ ഓഡിറ്റർ ആൻഡ് വാട്ട് ആർ ദ ഡിസ്കഷൻസ് നീഡ് ടു ബി മെയ്ഡ് വിത്ത് ദ മാനേജ്മെന്റ് ഓർ ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചു. അങ്ങനെയാണ് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഫർദർ ആക്ഷൻസ് മൊത്തം പറയണ്ട, മാറ്റേഴ്സ് പറയാം. യു ഹാവ് ടു ടോക്ക് അബൌട്ട് മെറ്റീരിയാലിറ്റി, അബൌട്ട് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, വാട്ട് വെന്റ് റോങ് ആൻഡ് ഇമ്പാക്ട് ഓൺ എഫ്എസ്. അതിനുശേഷം എന്ത് പറയണം? ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എന്താണ് നടത്തേണ്ടത് എന്നുള്ളതും കൂടെ മാത്രം അതിനൊപ്പം പറഞ്ഞു പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടെ കൺസൈസ് ഏരിയ ആണ്. അപ്പം നിങ്ങൾ മാറ്റേഴ്സ് പാർട്ട് പറയണം, എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് മാനേജ്മെന്റുമായിട്ട്, ആ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്താണെന്നുള്ളതും കൂടെ മാത്രം പറഞ്ഞാൽ മതി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ. സോ ഇതായിരിക്കും മാറ്റേഴ്സ് ടു ബി കൺസിഡർ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറയാം. ഇപ്പം ഈ സെയിം കേസിലാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി? നമ്മൾ ആദ്യമേ മെറ്റീരിയാലിറ്റി പറഞ്ഞു, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറഞ്ഞു, വാട്ട് വെന്റ് റോങ് പറഞ്ഞു, ഇമ്പാക്ട് പറഞ്ഞു. എന്നിട്ട് എന്ത് പറയണം? ദ ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് ദിസ് പർട്ടിക്കുലർ മാറ്റർ വിത്ത് ദ
client's management and should inform them to correct the amount of misstatement with regarding the revenue by removing the amount of 17 million from revenue and recognizing the same amount as part of the company's deferred income. ഇതായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് നടത്തുന്നത്. ഇനി ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ് കമ്പനി എന്തെങ്കിലും പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ആ പ്രൊവിഷൻ എന്തുകൊണ്ടാണ് റിലീസ് ചെയ്ത് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താനായിരിക്കും പറയുക. അപ്പൊ നിങ്ങൾ ആദ്യമേ ആ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കാരണം കൊണ്ട് ആ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റിന്റെ മെറ്റീരിയാലിറ്റി പറഞ്ഞു, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറഞ്ഞു, വാട്ട് വെന്റ് റോങ് പറഞ്ഞു, ഇമ്പാക്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയാ the auditor should discuss with the management about the rationale or the assumption on the basis of which they have reduced the amount of provision as compared with that of the prior year. And in case if the auditor feels that the amount of reduction made in the provision is not reasonable, auditor should request them to adjust the financial statements by recognizing additional amount of provision and by including the same amount as part of the company's P&L expenses during the current year period. ഇതായിരിക്കും നമ്മൾ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറയുക. ആൻഡ് ഇവിടെയും നമ്മളോട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ ഇമ്പാക്ട് ചോദിച്ചിട്ടുണ്ട്. ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പറയുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. 17 million ആണെങ്കിൽ ആ സെയിം എമൗണ്ട് തന്നെ മെറ്റീരിയൽ ആണെന്ന് പറയാ, പെർവേസീവ് ആണെന്ന് പറയാ, ഒപ്പീനിയൻ എന്താണെന്നുള്ള പറയാ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയാ. അപ്പം ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും മാറ്റം വരിക? അവിടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് എന്തൊക്കെയാണ് നടത്തേണ്ടത് അതേ പറ്റിയിട്ട് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. റിട്ടേൺ പ്രസന്റേഷന്റെ കഥയോ ഇമ്പാക്ട് ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യമോ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെ ഈ റിക്വയർമെന്റ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, അസ്യൂമിംഗ് ദാറ്റ് മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ്, ഡിസ്കസ് ദി ഇഫക്ട് ഓൺ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഈ സെയിം ഏരിയ തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യനും ഉണ്ട്. നിങ്ങൾക്ക് വന്നേക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. There's a question called Boston. ബോസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആ ബോസ്റ്റൺ എന്ന് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്താണ് റിക്വയർമെന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് ഇതായിരുന്നു. എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ദ അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ്സ്. സെയിം as that ഇവിടെയും ചോദിച്ചേക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ദ അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് റിക്വയർമെന്റ് രണ്ടിനെയും സെയിം ആണ്. സെക്കൻഡ് റിക്വയർമെന്റ് പക്ഷേ ഒരു വ്യത്യാസം വന്നു. Assuming that the management does not adjust any of the misstatement, discuss the effect on auditor's opinion and auditor's report. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? Assuming that the management does not adjust any of the misstatement, discuss the രണ്ടും ബോസ്റ്റൺ തന്നെയാണ് എടുത്ത്. നെക്സ്റ്റ് വൺ ഇസ് ബാസ്കിംഗ് ആണ്. ഓക്കെ ബാസ്കിംഗിന് ഇവിടെ ചോദിച്ചേക്കുന്നത് assuming that the management does not adjust the misstatements identified, evaluate effect on each of the audit opinion. ഇവിടെ രണ്ട് തരത്തിലാണ് റിക്വയർമെന്റ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് മാനേജ്മെന്റ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റേഴ്സ് ഒപ്പീനിയന്റെ അകത്തും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്തും വരുന്ന ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു. മാനേജ്മെന്റ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വരുന്ന ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര സിനാരിയോ ആണ് തന്നേക്കുന്നത് നോക്കാം. ഇവിടെ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 3 സിനാരിയോ ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അതായത് ഇംപേയ്മെന്റ് കാരണം എത്ര മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു, ബോറോയിങ് കോസ്റ്റ് കാരണം എത്ര മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു, ഇൻവെസ്റ്റ്മെന്റ് കാരണം എത്ര മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു നോക്കാം. എന്നിട്ട് ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണെന്ന് നോക്കണം. ആ ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണെന്ന് നോക്കണം. എന്നിട്ട് അതിന്റെ മേലെ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള പറയാ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്ത് വേണം എന്നുള്ള പറയാ. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ ഇംപേയ്മെന്റിന്റെ സിനാരിയോ വായിക്കും, അതിന്റെ മാറ്റേഴ്സ് എഴുതും. അതായത് അവിടുത്തെ മെറ്റീരിയാലിറ്റി പറയും, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറയും, വാട്ട് വെന്റ് റോങ് പറയും, ഇമ്പാക്ട് പറയും. അതിനുശേഷം അവിടുത്തെ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റും പറയും. ദെൻ ബോറോയിങ് കോസ്റ്റിന്റെ ഈ സെയിം കാര്യങ്ങൾ മാറ്റേഴ്സ് പറയും, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറയും. ഇൻവെസ്റ്റ്മെന്റിന്റെയും മാറ്റേഴ്സ് പറയും, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറയും. ഇത്രയും പറഞ്ഞതിന് ശേഷം കോമൺ ആയിട്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കും. എന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെയും ബോറോയിങ് കോസ്റ്റിന്റെയും ഇംപേയ്മെന്റിന്റെയും ടോട്ടൽ എമൗണ്ട് എടുക്കും.
ആ ടോട്ടൽ എമൗണ്ട് മെറ്റീരിയൽ ആണെന്ന് പറയണം. ദെൻ ആ ടോട്ടൽ എമൗണ്ട് പെർവേസീവ് ആണെന്ന് പറയണം. ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയാം. ഇങ്ങനെയായിരിക്കും മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ് ഓവറോൾ ഇമ്പാക്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് ഇവിടെ ഈ ബാസ്കിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അസ്യൂമിംഗ് ദാറ്റ് ദ മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് ദ മിസ്സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈഡ്, ഇവാലുവേറ്റ് ദി ഇഫക്ട് ഓഫ് ഈച്ച് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ. ഓരോ മിസ്സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് ഒപ്പീനിയനിൽ എന്ത് ഇമ്പാക്ട് വന്നു വരുത്തിയേക്കുന്നു എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം ഓരോ മിസ്സ്റ്റേറ്റ്മെന്റും FSന്റെ അകത്ത് എന്ത് ഇമ്പാക്ട് ആണ് വരുത്തിയേക്കുന്നത്, അത് കാരണം ഒപ്പീനിയന്റെ അകത്ത് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എത്ര സിനാരിയോ ആണ് തന്നേക്കുന്നത് നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 സിനാരിയോ ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ 2 സിനാരിയോ തരുമ്പോൾ ആദ്യമേ ഈ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയാം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം, വോട്ട് വെൻ റോങ് പറയാം, ഇമ്പാക്ട് പറയാം. അതിനുശേഷം ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എന്ത് വേണമെന്ന് പറയാം. എന്നിട്ട് ഇവിടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് ഈ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയണം. അടുത്തത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അടുത്ത സിനാരിയോ പിക്ക് ചെയ്യുക, അവിടെയും മാറ്റേഴ്സ് പറയണം, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറയണം. എന്നിട്ട് ഈ ഇൻഡിവിജ്വൽ എമൗണ്ട് കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പറയണം. സോ ഇങ്ങനെയായിരിക്കും 2 ആൻസറും തമ്മിൽ ഡിഫറൻഷിയേറ്റഡ് ആവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് റിപ്പോർട്ടിംഗ് ചോദിക്കുമ്പോൾ നോക്കുക, മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ഇമ്പാക്ട് ഇൻ FS എന്താണെന്നായിരിക്കും, ഓവറോൾ ഇമ്പാക്ട് ഇൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണെന്നുള്ളതായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ അവിടെ പറയുന്നുണ്ടാവുക ഓവറോൾ ഇമ്പാക്റ്റിന് പകരം അവിടെ ഓരോ ഇൻഡിവിജ്വൽ ഇമ്പാക്ട് എങ്ങനെയാണ് FSനകത്ത് വന്നതെന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ബോത്ത് കേസ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, രണ്ടായിട്ട് എഴുതിയ മാർക്ക് കിട്ടത്തില്ല. 2ആയിട്ട് എഴുതിയ മാർക്ക് കിട്ടും, പക്ഷെ പ്രൊഫഷണൽ മാർക്ക് പോകും. എക്സാമിനർ എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ എഴുതിയിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക വെൻ ഇറ്റ് കംസ് ടു ദ 25 മാർക്സ് ഏരിയ. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ 2 കാര്യങ്ങൾ ഉണ്ടായി. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ദ ഫർദർ ആക്ഷൻസ്. ഇനി ഈ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻസിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഏരിയ ആണ് ഏത്? മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ദ ഓഡിറ്റ് എവിഡൻസ്. നിങ്ങളോട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു സിനാരിയോ ആണിത്. നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും റിക്കമെൻഡ് ചോദിക്കുന്നുണ്ടാവുക. കമന്റ് ഓൺ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്, എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് എവിഡൻസ് യു ഷുഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഡ്യൂറിംഗ് ദ റിവ്യൂ ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഓഫ് ദി ഇഷ്യൂസ് ഡിസ്ക്രൈബ്ഡ് അബോവ്. നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, ഓഡിറ്റ് എവിഡൻസിന്റെ അകത്ത് എന്ത് ഇമ്പാക്ട് ആണ് വന്നേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ വർക്കിംഗ് പേപ്പറിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് ആൻഡ് എന്തൊക്കെ ഓഡിറ്റ് എവിഡൻസ് ആണ് ഓഡിറ്റർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഇവിടെ വന്നേക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നിങ്ങളോട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രസന്റിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓഡിറ്റർ ഷുഡ് പെർഫോം ഡാഷ് പ്രൊസീജിയർ, റീകാൽക്കുലേറ്റ് വാട്ട് എവർ യു വോണ്ട്, ദെൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, ഒബ്റ്റൈൻ റിട്ടേൺ റെപ്രസെന്റേഷൻ. ഈ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോവാ നിങ്ങൾ നോർമൽ കേസിൽ. പക്ഷേ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളല്ല ഈ ഓഡിറ്റിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്നത്, വേറൊരു ഓഡിറ്ററാണ് ഓഡിറ്റ് പെർഫോം ചെയ്തതെന്ന് അസ്യൂം ചെയ്യുക. നിങ്ങളോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് എവർ ബി ദ തിങ്സ് സ്പെസിഫൈഡ് ഇൻ ദ സിനാരിയോ അവിടെ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സാധാരണ പറയാനുള്ള എന്ത് പറയാ, മാറ്റേഴ്സിനെ കുറിച്ച് പറയാ, മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വെന്റ് റോങ് പറയണം, ഇമ്പാക്ട് പറയണം. അതിന് ശേഷം നിങ്ങൾ എന്ത് പറയേണ്ടി വരും, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന്റെ അകത്ത് എന്തൊക്കെ എവിഡൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയണം. അവിടെ നിങ്ങളപ്പോൾ എടുക്കേണ്ട അസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു ബേസിക് ലോജിക് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഇതുവരെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ടില്ല. ഒരു ഓഡിറ്റർ പക്ഷെ അവിടെ ഓൾറെഡി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നോർമലി ഇവിടെ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യാറുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുക. അപ്പൊ ലിറ്ററലി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വെൻ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റൻ ഓൺ മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഓഡിറ്റ് എവിഡൻസ്, ആദ്യമേ നിങ്ങൾ സാധാരണ എഴുതാറുള്ള പോലെ തന്നെ മാറ്റേഴ്സ് എഴുതുക, മെറ്റീരിയാലിറ്റി എഴുതി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതി, വാട്ട് വെന്റ് റോങ് എഴുതി, ഇമ്പാക്ട് എഴുതി. ഇനി അതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്നറിയോ, എവിഡൻസ് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്നാണ്. ഓഡിറ്റ് എവിഡൻസ് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന്. ഓഡിറ്റ് എവിഡൻസ് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത് എന്ത് ഡോക്യുമെന്റ് ആണ് നോർമലി ഇതുപോലത്തെ ഒരു സർക്കംസ്റ്റൻസിൽ ഓഡിറ്റർ കളക്ട് ചെയ്യാറ് അതുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണ് നോർമലി ഇങ്ങനെ ഒരു ഓഡിറ്റർ കളക്ട് ചെയ്യാറ് ആ ഇൻഫർമേഷൻ ഉണ്ടാവും. പ്ലസ് അത് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്തേക്കുന്നത് അതിന്റെ പേർപ്പസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ ലെറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഡോക്യുമെന്റിന്റെ പേര് പറയണം, എന്താണ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം, പേർപ്പസ് എന്താണോ ആ പേർപ്പസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ് ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. അത് നിങ്ങൾ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങളോട് ഇവിടെ പ്രൊസീജിയേഴ്സ് ചെയ്യാനാണോ പറയുന്നത്? അല്ല, ഓൾറെഡി അവിടെ പ്രൊസീജിയേഴ്സ് ചെയ്തതിന്റെ എവിഡൻസുകൾ എന്തൊക്കെ ഇരിപ്പുണ്ടാവും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സാധാരണ നിങ്ങൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്സ് ആണ് അവിടെ ഉണ്ടാവുക. സോ നിങ്ങളോട് എങ്ങനെയാണോ സാധാരണ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതാറ്, ആ സെയിം കോൺസെപ്റ്റിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരേ ഒരു വ്യത്യാസം, ഇവിടെ പ്രസന്റിലല്ല പാസ്റ്റ് ആണ്, ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ഒരു ജനറൽ സിനാരിയോ തന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഇവിടെ നമ്മൾ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഓരോന്നും പാസ്റ്റിലാക്കിയാൽ മതി. നിങ്ങൾക്ക് പറയാം ദേ വിൽ ബി എ റിട്ടൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് പറയാം. ദെൻ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു പാസ്റ്റിലാകുമ്പോൾ എന്തൊക്കെയാ മതി? യു ക്യാൻ സ്പെസിഫൈ ദ നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്. നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് എന്നാക്കും. ഒപ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്നുള്ള വേണ്ട, നിങ്ങൾ ഒപ്റ്റെയിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാം? എന്ത് എവിഡൻസ് ആയിരിക്കും ഉണ്ടാവുക? ആൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ അബൌട്ട് ഡാഷ് ഇൻ ഓർഡർ ടു കൺഫേം ഡാഷ്. ദെൻ there will be a review of correspondence. അവിടെ ഒരു റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ് നടന്നിട്ടുണ്ടാവും. റീകാൽക്കുലേഷൻ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും കാണാൻ പറ്റുക? there will be a റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ. റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഉണ്ടാവും. ആ സ്കെഡ്യൂൾ ഓഫ് റീകാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ റീകാൽക്കുലേഷൻ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് നോക്കാൻ പറയാം about the depreciation in order to confirm that it is mathematically accurate. Perform analytical procedures എന്ന് പറയാൻ പറ്റരുത്, പകരം എന്ത് പറയാം? An analytical procedure by comparing dash with dash അവിടെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. റിവ്യൂ ഓഫ് ബോണ്ട് മീൻസ് ഇല്ല, എ റിവ്യൂ ഓഫ് ബോണ്ട് മീൻസ് പറയാം. എ റിവ്യൂ ഓഫ് ഡിസ്ക്ലോഷർ. എഗ്രി ഡാഷ് ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പറയുന്നതിന് എന്ത് പറയണം? ആൻ എഗ്രിമെന്റ് ഓഫ് ഡാഷ് ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നുള്ള പറയാം. ഒപ്റ്റെയിൻ റിട്ടേൺ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് പറയുന്നതിന് വരെ നമുക്ക് എന്ത് പറയാം? എ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് അബൌട്ട് ഡാഷ്. ദെൻ എ റിവ്യൂ ഓഫ് ലോൺ ഡോക്യുമെന്റ്സ് റിലേറ്റിംഗ് ടു ഡാഷ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പാസിലേക്ക് ആക്കിയാൽ മതി. ക്ലിയർ ആയോ? അപ്പം ഓഡിറ്റ് എവിഡൻസ് അവിടെ എന്തൊക്കെയാണ് അപ്പിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഓൾറെഡി ഒരു ഓഡിറ്റർ പെർഫോം ചെയ്ത പ്രൊസീജിയേഴ്സിന്റെ ബേസിസിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സോ ലിറ്ററലി യു ഹാവ് ടു ജസ്റ്റ് സ്പെസിഫൈ whatever be the document or the information that you want, plus you have to specify the purpose for which you have obtained that particular document. അത് നിങ്ങളെന്നല്ല, ആ ഓഡിറ്റർ എന്തിനായിരിക്കും ഒപ്റ്റൈൻ ചെയ്ത് വെച്ചേക്കുന്നത് പറയാ, കൺക്ലൂഡ് ചെയ്യുക. That's it, and that is what you have to provide with regarding the audit evidence. Clear ആയ എല്ലാവർക്കും? Is it clear everyone? Okay. അപ്പം ഓഡിറ്റ് എവിഡൻസ് എഴുതുമ്പോൾ ആകെ എന്ത് മാത്രം പറഞ്ഞാൽ മതി? നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് എന്താണോ ആ ഡോക്യുമെന്റിന്റെ പേര് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അത് മാത്രം പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് വാങ്ങിച്ചേക്കുന്നത് അതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെൻ ഇറ്റ് കംസ് ടു ദ ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റ്യൻസിൽ മാത്രം ചിലപ്പോൾ നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് തന്നിട്ട് ചോദിക്കുന്നുണ്ടാവുക ശരിയായിട്ടുള്ള ഒരു സിനാരിയോ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ സിനാരിയോയിലും മിസ്റ്റേറ്റ്മെന്റ് കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് തന്നേക്കുന്ന സിനാരിയോ ചിലപ്പോൾ ഓൾറെഡി കറക്റ്റ് ആയിരിക്കും, അവിടെ മിസ്റ്റേറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാറ്റേഴ്സ് പറയുമ്പോൾ ആദ്യമേ മെറ്റീരിയാലിറ്റി പറയുക, എമൗണ്ട് മെറ്റീരിയൽ ആണെന്ന് പറയണം. എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്നല്ല, എമൗണ്ട് മെറ്റീരിയൽ ആണെന്ന് പറയാം. രണ്ടാമത് അതേപോലെ തന്നെ അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്ന് പറയാം. വാട്ട് വെൻ റോങ്ങും ഇമ്പാക്ട് ഉണ്ടാവില്ല. അവിടെ അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? എമൗണ്ട് എന്തെങ്ങനെയാണോ അപ്രോപ്രിയറ്റ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മാത്രം കൺക്ലൂഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അതായത് നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് തന്നേക്കുന്ന സിനാരിയോ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, സിനാരിയോയിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മാറ്റേഴ്സ് എഴുതുമ്പം ജസ്റ്റ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ ആണെന്ന് പറയാം. ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പറയണം അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ എന്തൊക്കെയാണോ ഓഡിറ്റ് എവിഡൻസ് കാണാൻ പറ്റുന്നത് ആ കാര്യങ്ങളും കൂടി പറഞ്ഞാൽ മതി. അതായത് അവിടെ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറയണ്ട,
അത് ഏത് ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ? മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. ക്ലിയർ ആയോ? സർ വാട്ട് വിൽ ഗോ Okay. റോങ് അവിടെ? അവിടെ വാട്ട് വിൽ ബി റോങ് ഇല്ലല്ലോ, മിസ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. അല്ല, നമ്മൾ റിസ്കിൽ പറയുന്ന പോലെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. സോറി, റിസ്കിന്റെ കേസിൽ പറയുന്ന പോലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ പറയണ്ടേ? ഇല്ല, ഇവിടെ അപ്രോപ്രിയറ്റ്ലി ആണ് എഫ് എസ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വിക്ലി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ന്യൂ പ്രോസസിംഗ് ഏരിയ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കി. വായിച്ചു എല്ലാവരും? ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത്, during the year, Snipe Company's factory was extended by the self-construction of a new processing area at a total cost of 5 million. Included in the cost capitalized a borrowing cost of 100,000 incurred during the 6-month period of construction. A loan of 4 million with a carrying interest rate of 5% was taken out in respect of the construction on 1st March 2011. When the construction started, new processing area was ready for use on 1st September, began to be used on 1st December 2011. Estimated useful life is 15 years. നമ്മളോട് പറഞ്ഞു അവരെന്ത് ചെയ്തേക്കാണ്, ഒരു 5 മില്യൺ ഒരു ന്യൂ പ്രോസസിംഗ് ഏരിയ ബിൽഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവർ ലോൺ എടുത്തേക്കുന്ന എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, ബോറോയിങ് കോസ്റ്റ്. പീരീഡ് ഓഫ് കൺസ്ട്രക്ഷൻ 6 months ആയിരുന്നു എന്ന് പറഞ്ഞു. ലോണ് അവരെടുത്തേക്കുന്ന 4 million ആണ്, 5% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ആസ് പെർ IAS 23 ബോറോയിങ് കോസ്റ്റ് പ്രകാരം ഇതെന്താണ്? ഇറ്റ്സ് എ ക്വാളിഫയിങ് അസറ്റ്. അത് ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വാളിഫയിങ് അസറ്റിന് മേലെ സ്പെൻഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് എത്രയാണ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട്. അപ്പൊ നമുക്കറിയാം 4 million ആണ് എമൗണ്ട് ഓഫ് ലോൺ. 4 million മൾട്ടിപ്ലൈഡ് ബൈ എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്? 5%. എത്ര പീരീഡിലേക്ക് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക? 6 monthsലേക്ക്. സോ 6/12 എടുക്കുക. എത്ര എമൗണ്ട്? 100,000. ഇവരെത്ര ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്? 100,000. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ മാറ്റേഴ്സ് പറയാം. അപ്പം മാറ്റേഴ്സ് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നോക്കിയേ. സോ അവർ മാറ്റേഴ്സ് എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവർ പറഞ്ഞേക്കാണ് ന്യൂ പ്രോസസിംഗ് ഏരിയ. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ടോട്ടൽ കോസ്റ്റ് ഓഫ് ന്യൂ പ്രോസസിംഗ് ഏരിയ എന്ന് പറയുന്നത് 5 million ആണ്. 2.9% ഓഫ് ടോട്ടൽ അസറ്റ് ആണ്, മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. ബോറോയിങ് കോസ്റ്റ് മെറ്റീരിയൽ അല്ല, കാരണം അവിടെ ലെസ് ദാൻ 1% ഓഫ് ടോട്ടൽ അസറ്റേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു, 1 lakh. Then നമ്മൾ പറയുന്നത് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ബോറോയിങ് കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ ന്യൂ പ്രോസസിംഗ് ഏരിയ PPA ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു IAS 23 ബോറോയിങ് കോസ്റ്റ് എന്തൊക്കെയാണ് ഡയറക്ട്ലി അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് വിത്ത് റിഗാർഡിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിഫയിങ് അസറ്റ്, അത് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാം. ബോറോയിങ് കോസ്റ്റ് എത്ര പീരീഡ് ഓഫ് കൺസ്ട്രക്ഷനിലേക്കാണോ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, ആ പീരീഡ് ഓഫ് കൺസ്ട്രക്ഷനിൽ മാത്രമേ ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ. ക്യാപിറ്റലൈസേഷൻ നമ്മൾ സീസ് ചെയ്യുന്നുണ്ടാവണം നമ്മൾ എപ്പോഴാണ് ഈ ക്വാളിഫയിങ് അസറ്റ് ഇന്റൻഡഡ് യൂസ് ഓഫ് സെയിലിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതിന് ഈ കേസ് നമ്മളോട് പറയുന്നത് ന്യൂ പ്രോസസിംഗ് ഏരിയ എന്ന് പറയുന്നത് 1st September ക്യാപിറ്റലൈസ് ചെയ്തു. സോറി, 1st September റെഡി ഫോർ യൂസ് ആയത്. സോ ബോറോയിങ് കോസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം. ഇറ്റ് സീംസ് ദാറ്റ് ബോറോയിങ് കോസ്റ്റ് അപ്രോപ്രിയറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. 6 month പീരീഡിലേക്ക് അപ്രോപ്രിയറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. ക്ലിയർ ആയോ? അപ്പം അവിടെ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. വാട്ട് വെന്റ് റോങ് പറഞ്ഞോ? ഇല്ല. പകരം നമ്മൾ എന്ത് മാത്രം പറഞ്ഞു? എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് അവർ അപ്രോപ്രിയറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? Is it clear everyone? Yes, sir. Okay. ഇനി അവർ രണ്ടാമതായിട്ട് പറഞ്ഞ ചെറിയൊരു ട്രീറ്റ്മെന്റ് കൂടെ ഉള്ളൂ. അവർ പറഞ്ഞ എന്താ? വൺസ് ഇത് റെഡി ഫോർ യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാവണം.
over the period of time it can be used. So ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? There can be chances that അവർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയാണ് എമൗണ്ട് ഓഫ് മിസ്പേയ്മെന്റ് ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞു. They concluded that. ഇങ്ങനെ പറയുന്നുണ്ടാവുക. ഓക്കെ, എന്തായിരുന്നു ചോദിച്ചത്? ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇതിന്റെ മിസ്റ്റേക്സ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്? ഈ PPA കേസ് ആഫ്റ്റർ ഈ ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്തില്ലേ? ഡിപ്രിസിയേഷൻ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാത്ത കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ അവര് ഡിപ്രിസിയേഷൻ അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ദ 5 month പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാ ഇപ്പൊ എന്നോട് ചോദിച്ചില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ആ മിസ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു, വോട്ട് വെന്റ് റോങ് എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? ഇവിടെ നമ്മൾ അവർ നമ്മുടെ അടുത്ത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തു ആ 100,000 അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്രോപ്രിയറ്റ്ലി. ഇപ്പൊ അവര് 100,000 ക്യാപിറ്റലൈസ് ചെയ്തതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അവിടെ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. അതായത് അവർ ആ ക്യാപിറ്റലൈസേഷൻ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കഥ പറയാം. അപ്പൊ അവര് നമ്മളോട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവിടെ മിസ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, അവർ അപ്രോപ്രിയറ്റ്ലി FS ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത്. മനസ്സിലായോ? ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഓഡിറ്റ് എവിഡൻസ് വരിക. എങ്ങനെയാണ് ഓഡിറ്റ് എവിഡൻസ് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ഹലോ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി ഫൈനലി റിപ്പോർട്ടിങ്ങിനകത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിക്കും. So if you're getting a question on matters to be considered and the audit procedures that need to be performed by the auditor, അവിടെ നിങ്ങൾ വരുത്തേണ്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ആണെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യാറുള്ള പോലെ തന്നെ പ്രസന്റ് നിന്നിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്താൽ മതി, നോർമൽ എഴുതുന്ന പോലെ തന്നെ മാറ്റേഴ്സ് എഴുതുക. അതായത് മെറ്റീരിയാലിറ്റി എഴുതണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതണം, വാട്ട് വെന്റ് റോങ് എഴുതണം, ഇമ്പാക്ട് എഴുതണം. എന്നിട്ട് നിങ്ങൾ അവിടെ പറയേണ്ടത് ഫർദർ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഓഡിറ്റർ കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടാവും, അതിന് ശേഷം എന്ത് പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുമോ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുമോ, ക്ലയന്റും അതുപോലെ തന്നെ ആരും തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് റിവ്യൂ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനായിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്, ബോൺ മിനിറ്റ്സിന്റെ അകത്ത് എനിക്ക് ഇവിടെ എന്തൊക്കെ റിവ്യൂ ചെയ്യാം, ഡിസ്ക്ലോഷർ നോട്ട്സ് എന്തെങ്കിലും റിവ്യൂ ചെയ്യാനുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത്, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഒബ്ടൈൻ ചെയ്യാൻ പറ്റുക, ലോൺ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യാനുള്ളത്, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? സോ ഇങ്ങനെയായിരിക്കും നമുക്ക് റിപ്പോർട്ടിങ്ങിന്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ക്ലിയർലി നിങ്ങൾ നോക്കണം റിക്വയർമെന്റ് എന്താന്ന്, സിനാരിയോ പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. ആ സിനാരിയോനെ ബേസ് ചെയ്ത് മാത്രമേ ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. ആൻഡ് ഈ 25 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മെയിൻലി മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ദ എക്സാമിനർ പ്രൊവൈഡ്സ് ആസ് എ മാർക്ക്. സോ ഇതുപോലത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസിലേക്കും വന്നു കഴിയുമ്പോഴത്തേനും എക്സാമിനർ നമുക്ക് മാർക്ക് തരുന്നത്, യു വിൽ ബി ഗെറ്റിംഗ് 1 മാർക്ക് ഫോർ ഈച്ച് ഓഫ് ദി പോയിന്റ് എക്സ്പ്ലനേഷൻ. ഓരോ പോയിന്റ് ബൈ പോയിന്റിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, 1 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഓരോരോ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1/2 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അറിയാം 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും അവിടെ 20 മാർക്സിന് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൂ, 5 മാർക്സ് പ്രൊഫഷണൽ മാർക്സ് ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് ഇല്ല, 3 പ്രൊഫഷണൽ മാർക്കിംഗ് ആണ് ഇവിടെ വരിക. അനാലിസിസ് ആൻഡ് ഇവാലുവേഷന്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, കൊമേഴ്ഷ്യൽ അക്യുമെന്റിന്. ഇനി അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നതെന്ന് നോക്കി. അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ദ ഡിസ്കഷൻ, draw appropriate conclusion and design appropriate responses, effective appraisal of the information to make suitable recommendation for appropriate course of action, balanced assessment of the information to determine the appropriate audit opinion in the circumstance. നിങ്ങൾക്ക് 3 കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും ഇവിടെ പ്രൊഫഷണൽ മാർക്ക് വരിക. ഒന്ന്, നിങ്ങൾ ഓരോരോ മിസ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും സംസാരിക്കുമ്പോൾ സപ്പോർട്ടിങ് കൊടുത്ത് സംസാരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെക്കാണ് കമ്പനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന്, അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടില്ല. അവിടെ നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം കമ്പനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ, ആ സപ്പോർട്ടിംഗ് ഡിസ്കഷൻ ആണ് നടത്തേണ്ടത്. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കല്ല കസ്റ്റമർ വെയർ ഹൗസിലേക്ക് തന്നെ പ്രൊഡക്റ്റ് കൊടുക്കാം,
അതേപോലെ തന്നെ കസ്റ്റമറിനെ കൊണ്ട് ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തിച്ചാലേ അത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. പക്ഷെ കമ്പനി അങ്ങനെ ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ അൺസാറ്റിസ്ഫൈഡ് ആണ്. സോ കമ്പനി അത് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോന്നിനും സ്യൂട്ടബിൾ റെക്കമെൻഡേഷൻസ് കൊടുക്കണം. അവിടെ നിങ്ങൾ എന്തായിരിക്കും പറയാ, അവിടെ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് ആണെങ്കിൽ എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, മാനേജ്മെന്റുമായിട്ട് ക്ലിയർലി ഡിസ്കസ് ചെയ്യുന്നതിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഓഡിറ്റ് ഒപ്പീനിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള നോളജ്, അതായത് അതൊരു മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള നോളജ്, നിങ്ങൾ അത് എന്തിന്റെ ബേസിസിലാണ് പെർവേസീവ്നെസ് ആണോ അല്ലയോ എന്നുള്ളത് പറയുന്നത്, അതിന് നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടും. ഇനി പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ്, അവിടെ എന്തൊക്കെ മാർക്ക് കിട്ടുന്നത് നോക്കി. Effective, challenging and critical assessment of the evidence supplied in the appropriate conclusion. Appropriate application of professional judgment to draw conclusion and informed decision about the actions appropriate in the context and the stage of engagement. അതായത് നിങ്ങളോട് പറയുന്ന പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ജഡ്ജ്മെന്റിന് എങ്ങനെ മാർക്ക് കിട്ടുന്നത്, നിങ്ങൾ ഏത് സ്റ്റേജ് ഓഫ് എൻഗേജ്മെന്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേജ് ഓഫ് എൻഗേജ്മെന്റിൽ നിന്ന് വേണം ചിന്തിക്കാൻ. നിങ്ങളോട് പറയുന്നത് കൺക്ലൂഷൻ സ്റ്റേജിൽ നിന്നിട്ട് ഓൾറെഡി ഓഡിറ്റേഴ്സ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു, അങ്ങനെയാണ് അവിടെ എന്തൊക്കെ എവിഡൻസ് ഉള്ളതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് എവിഡൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം. ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്റ്റിൽ ഒരാൾ ചെയ്ത കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിട്ട് വേണം നിങ്ങൾ പറയാൻ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരാൾ ഒബ്റ്റൈൻ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടതായിട്ട് വേണം പറയാൻ. അപ്പം ആ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരോ കൺക്ലൂഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് എവിഡൻസ് സപ്ലൈ ചെയ്യുന്ന അതിനായിരിക്കും മാർക്ക് കിട്ടുന്നുണ്ടാവുക. കൊമേഴ്ഷ്യൽ അക്യുമെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് എഗെയിൻ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഓഡിറ്റ് ഫേമിന് അല്ലെങ്കിൽ കമ്പനീനെയൊക്കെ ഇതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അതായത് ഇമ്പാക്ട് ഓവർ ദ ഓഡിറ്റേഴ്സ്, റിപ്പോർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മാനേജ്മെന്റും ഗവൺമെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും മാർക്ക് കിട്ടുക. സോ ലിറ്ററലി പറഞ്ഞ വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്താണ് ശരിക്കും ആൻസർ ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടത് ആ ആൻസർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഓൾസോ ഗെറ്റ് പ്രൊഫഷണൽ മാർക്ക് അലോങ് വിത്ത് ദ നോർമൽ മാർക്ക്. അത്രയുള്ള വ്യത്യാസം. അപ്പം ഇവിടെ പ്രൊഫഷണൽ മാർക്കിന് വേണ്ടിയിട്ട് മാരകമായിട്ടൊന്നും ചെയ്യാനില്ല. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആൻസേഴ്സ് ആ ഫോർമാറ്റിനനുസരിച്ച് തന്നെ എഴുതി പോകാൻ നോക്കുക. അതായത് ഓരോ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് എൻഷുർ ദാറ്റ് യു ആർ ക്ലിയർലി സ്പെസിഫൈങ് വാട്ട് എവർ ബി ദ തിങ്സ് ദാറ്റ് ഹാവ് ടു ബി ആഡഡ് ദെയർ. അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും വാട്ട് വെൻ റോങ് പറയുമ്പോൾ എസ്പെഷ്യലി വാട്ട് വെൻ റോങ്ങിന്റെ ഏരിയയിലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഒരിക്കലും വാട്ട് വെൻ റോങ് പറയുമ്പോൾ വേഗമായിട്ട് അവിടെ തെറ്റിപ്പോയി ഇവിടെ തെറ്റിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു വെക്കരുത്. പകരം സിനാരിയോയും ആയിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി മിക്സപ്പ് ചെയ്തിട്ട് മാത്രമേ വാട്ട് വെൻ റോങ് പറയാൻ പാടുള്ളൂ. ക്ലിയർ ആയ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ. സോ എങ്ങനെയാണ് മാറ്റേഴ്സും അതേപോലെ തന്നെ ഫർദർ ആക്ഷൻസും ദെൻ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റും ഓഡിറ്റ് എവിഡൻസും ഫർദർ പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത്, എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് പെർഫോം ചെയ്യണമെന്നുള്ള പഠിച്ചു. ഓഡിറ്റ് ഇൻഫർമേഷൻ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഓഡിറ്റ് ഇൻഫർമേഷൻ അല്ല, അഡീഷണൽ ഇൻഫർമേഷൻ പോയിന്റ്സ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഞാൻ ഇപ്പൊ എന്താണ് എഴുതി കാണിച്ചത് അതാണ് കോമൺ പോയിന്റ്സ് എന്ന് പറയാം. ഇനി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ ഒരേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കണം, ഇത് പി ആൻഡ് എൽ എലമെന്റ് ആണോ ബാലൻസ് ഷീറ്റ് എലമെന്റ് ആണോ. പി ആൻഡ് എൽ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ അസേർഷൻസ് ആയിരിക്കും വരിക, കംപ്ലീറ്റ്നെസ്, ദെൻ ഒക്കറൻസ്, ആക്യുറസി, കട്ട് ഓഫ്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ. ബാലൻസ് ഷീറ്റ് എലമെന്റ് ആണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക, എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ അല്ലേ. അപ്പം നിങ്ങളുടെ പി ആൻഡ് എല്ലുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പർട്ടിക്കുലർ എമൗണ്ടിനെ ബേസ് ചെയ്താണ് നിങ്ങളോട് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പി ആൻഡ് എൽ എലമെന്റ്സ് ഓരോന്നും കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ പി ആൻഡ് എല്ലുള്ള അസേർഷൻസ് ഏതൊക്കെയാണോ അസേർഷൻസ് പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ചെയ്യുന്നത്. സെയിം as ദാറ്റ് നിങ്ങളോട് ബാലൻസ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇൻവെന്ററിയുടെ ആണ്, അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം പറയാൻ, അവിടുത്തെ ആ അസേർഷൻസ് കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് വേണം പറയാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എംഫസൈസ് ചെയ്താൽ മതി കൂടുതലും. അതുപോലെ തന്നെ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നിങ്ങളോട് ചോദിക്കും, ഓൾറെഡി ഓഡിറ്റേഴ്സ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു, അവിടെ എന്തൊക്കെയാണ് ഫർദർ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്, ഓൾറെഡി ഓഡിറ്റർ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തേക്കുന്നത്, ആ പ്രൊസീജിയേഴ്സ് വഴി ഏതൊക്കെ അസേർഷൻസ് ആണ് പ്രൂവ് ആയതെന്ന് നോക്കുക, ഏതൊക്കെ അസേർഷൻസ് ആണ് ഇനിയും പ്രൂവ് ചെയ്യാനുള്ളതെന്ന് നോക്കുക. അപ്പം അതായിരിക്കും പിന്നീട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടി വരിക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റ്യൻസ് റാൻഡംലി ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ക്ലിയർ പിക്ചർ ഓൺ ഈച്ച് ഓഫ് ദിസ് ഏരിയ. എസ്പെഷ്യലി ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്
ഓഡിറ്റ് എവിഡൻസിന്റെ ഏരിയ ആണ്. സോ യു ഫോക്കസ് മോർ ഓൺ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ഏരിയ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ എല്ലാവരും ഇത് റിവൈസ് ചെയ്തിട്ട് വരിക. ആൻഡ് നാളെ നമ്മൾ ബാക്കിയുള്ള ഏരിയസ് ആയിരിക്കും റിവൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് വെക്കുക. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസിന്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു വാണ്ട് ടു റൈറ്റ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ഏരിയ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയാൽ get a clear insight about how the answers have to be presented. But നമുക്ക് അവിടെ എക്സാമിന് ഏറ്റവും പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ there is only one option. You must require proper knowledge in the standards. അപ്പൊ സ്റ്റാൻഡേർഡ്സിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റിവൈസ് ചെയ്യാനുള്ളത്, സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻസേഴ്സ് പ്രോപ്പർലി എഴുതാൻ പറ്റുള്ളൂ. സോ കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണോ? അല്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏറ്റവും നല്ല ലെവലിൽ റിവൈസ് ചെയ്യുക. ക്ലിയർ ആയി മക്കളെ എല്ലാവർക്കും? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ അത് നോക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്.